ഒരാളുടെ ചിരിക്കുന്ന എങ്ങനെ സദക്കയാണത്? ഒരുപക്ഷെ നിങ്ങൾ ഒരു 1000 ഉറുപ്പ്യോ അല്ലെങ്കിൽ 10,000 ഉറുപ്പ്യോ 1,00,000 ഉറുപ്പ്യോ കൊടുത്താൽ കിട്ടാത്ത സമാധാനമായിരിക്കും ഒരു പുഞ്ചിരി കൊണ്ട് ഒരാൾക്ക് കിട്ടും. നമുക്ക് കൊടുക്കാൻ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല, കിട്ടിയ ആൾക്ക് ഒരു വലിയ സമ്പത്തായിരിക്കും. ജീവിതത്തിൽ എന്നും ഓർക്കാനുള്ള ഒരു സംഗതിയായിരിക്കും അത്. ഇതൊരു നിമിഷമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് സദക്ക എന്ന് പറയുമ്പോൾ അപ്പം റസൂൽ തിരുമേനി പറഞ്ഞത് എല്ലാ ബലി അകറ്റുന്നു. നിങ്ങൾ ഏറ്റവും വലിയ ശത്രുവിനോട് ഒരു പുഞ്ചിരി, ചെറുതായിട്ടൊന്നൊരു സ്നേഹത്തിൽ ചിരി ഇരിച്ചോക്കെ, എല്ലാ ബലിയറ്റും ബാക്കിയൊന്നുണ്ടാവില്ല. നമ്മൾ എത്ര വലിയ ശത്രുവാണെങ്കിലും ഒന്ന് ചിരിച്ചു പോയാൽ പോയി, ബാക്കിയൊക്കെ പോയി. നമ്മൾ കുട്ടികളൊക്കെ വീട്ടിലിങ്ങനെ മുഷ്കുടിച്ചിരിക്കലുണ്ട്. ഞാൻ ഭക്ഷണം കഴിക്കൂല അറിയും, ചിലപ്പോൾ നമുക്ക് അനുഭവമുള്ളതാണ്. അല്ലെങ്കിൽ ഞങ്ങളെ കൂടെ വരൂല, ഞങ്ങളോട് മുണ്ടൂല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നമ്മളെന്ത് ചെയ്യും? അവർക്ക് ചിരി വരുന്നുണ്ടെങ്കിൽ സാധനം പറയും, ഒന്ന് ചിരിച്ചാലൊക്കെ പോകും. ഇത്രയേ ഉള്ളൂ. അതാണ് റസൂൽ തിരുമേനി പറഞ്ഞത്, പുഞ്ചിരി കൊണ്ട് എങ്കിലും സദക്ക ചെയ്യാം. അപ്പൊ സദക്ക എന്ന് പറയുന്നത് മറ്റുള്ളവരെ തങ്ങളുടെ സ്നേഹം അറിയിക്കുന്നതിന് വേണ്ടി അവരുടെ വിഷമങ്ങളിൽ നമ്മൾ പങ്കുചേരുക എന്നുള്ളതാണ് അതിന്റെ ഒരു ലക്ഷ്യം. തആവുൻ അഥവാ സഹകരണം. ഒരാളൊരു സാധനം എടുത്തു പോകുമ്പോൾ അയാളെ കൊണ്ട് കഴിയുന്നതാണ്, ചെറുതായിട്ടെങ്കിലും കഷ്ടപ്പെടുകയാണ്, ഉടനെ അതിന്റെ കൂടെ കൂടിക്കൊടുക്കുക. അതിലൊന്നും വരാൻ പോകുന്നില്ല. ആ ഒരു മനോഭാവം സാധാരണ ചില ആളുകൾക്കുണ്ട്. അത് വീട്ടിലെ ആൺകുട്ടി മൂത്ത കുട്ടികൾക്ക് പൊതുവെ അത് ഉണ്ടാവാറില്ല. ഇവരല്ലാത്ത മാതാപിതാക്കൾ വളർത്തുകയാണെങ്കിൽ മൂത്ത ആള് അധികം ആരോടും സഹകരിക്കാറില്ല. പ്രത്യേകിച്ച് വീട്ടിലെ സാമ്പത്തിക സ്ഥിതി നല്ലതാണ്. നേരെ തിരിച്ചാണെങ്കിലോ അയാൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതിന് 2 കാരണങ്ങളുണ്ട്. സാമ്പത്തിക സ്ഥിതി നല്ലതൊക്കെ ആകുമ്പോൾ മൂത്ത കുട്ടിനോട് ആദ്യമുണ്ടാവുന്ന കുട്ടിയല്ലേ, ഭയങ്കര ലാളനായിരിക്കും. അവന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഏറ്റെടുക്കും. അവസാനം അവൻ അങ്ങനെ ഇരിക്കും എപ്പോഴും. അവന്റെ കാര്യമൊക്കെ താഴെ പങ്കന്മാരുണ്ടാവും, അവരവന് ഇസ്തിരിട്ട് കൊടുക്കേണ്ടി വരും. വേറെ പിന്നെ അനുജന്മാരുണ്ടാവും, അവനവന്റെ സ്റ്റേറ്റ് ആയി പിടിച്ചുകൊണ്ട് നടക്കേണ്ടി വരും. സ്കൂളിൽ പോകുമ്പോൾ ഒക്കെ ബാക്കിയുള്ളവർ ചെയ്യേണ്ടി വരും. കാരണം എന്താ പറയുക, ഇവനെ വലിപ്പത്തിൽ ഭയങ്കര ലാളനായിട്ട് ഉപ്പയും വളർത്തി അവനൊന്നും ചെയ്യാൻ സമ്മതിക്കില്ല. അവനോട് ഭയങ്കരതായിരിക്കും, ആ സ്വാർത്ഥനായി മാറും. അതേസമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ദാരിദ്ര്യാവസ്ഥ ഉണ്ടാകുമ്പോഴെന്താണെന്ന് വെച്ചാൽ അത് വല്ലാണ്ട് നോക്കാൻ കഴിയില്ല വീട്ടുകാർക്ക്. അപ്പൊ ഇവന് താഴെയുള്ള കുട്ടികളൊക്കെ ഇവൻ നോക്കേണ്ടി വരും ആദ്യം മുതൽ. കാരണം സ്കൂളിൽ കൊണ്ടാക്കലും ഇവന് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കലൊന്നും ഉമ്മാക്ക് സമയം ഉണ്ടാവില്ല, ഉമ്മാക്ക് വേറെ ജോലി ഉണ്ടാവും. അപ്പൊ ഇവൻ ചെയ്യും. അങ്ങനത്തെ ആൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. വളരെ സഹകരണ മനോഭാവത്തിലൂടെ ആയിരിക്കും. വളരെ ചിലപ്പോൾ കുടുംബം മുഴുവൻ ഏറ്റി നടക്കുന്ന ചെറിയ കുട്ടികൾ നമ്മൾ കാണാറുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ അത് സാധാരണ. ഞാനിപ്പോൾ അതൊന്നും അധികമൊന്നും പോകണ്ട, നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പൊ അതിന്റെ ആ ഒരു സഹകരണ മനോഭാവം കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും എവിടെ വേണമെങ്കിലും സഹകരണ മനോഭാവം അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഏറ്റവും വലിയൊരു നന്മയാണ്. പ്രത്യേകിച്ച് ജമാഅത്തിയായ പ്രവർത്തനങ്ങളിൽ അത് വളരെ അത്യാവശ്യമാണ്. സത്യസന്ധത അഥവാ നമ്മളൊരു ധ്യാനത്തിന്റെ ഒരു ചെറിയ കാര്യം പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരു കുട്ടി നിൽക്കുക, അതിനോട് ചെവിയിലെന്തോ റസൂലുള്ളാഹി പറഞ്ഞു. ഹദരത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു എന്നാണ് എൻ്റെ ഓർമ്മ. അവന് വേറെ ഒരു സഹാബിയെന്ന് ഓർക്കുന്നില്ല, ഹദീസിൽ വന്നാണ്. അപ്പോൾ റസൂലുള്ളാഹിന്റെ അപ്പൊ ഉമ്മ ചോദിച്ചു, റസൂലുള്ളാഹി എന്താണ് എന്നോട് പറഞ്ഞ് ചെവി പറഞ്ഞാൽ? അത് റസൂലുള്ളാഹിന്റെ സ്വകാര്യം പറയാൻ പറ്റില്ല. അതാണ് സത്യസന്ധത. ധ്യാനത്തിൽ എന്ന് പറഞ്ഞത് അതാണ്. സ്വന്തം ഉമ്മ ചോദിക്കാൻ, നമ്മളങ്ങനെയല്ല, നിന്നോട് മാത്രം പറയണം, വേറെ ആരോടും പറയരുതാണ്. അത് ധ്യാനത്തല്ല. നമ്മളൊരാൾ വിശ്വസിച്ചൊരു കാര്യം പറഞ്ഞാൽ അത് വേറൊരാൾക്ക് പങ്കിടാൻ കൊടുക്കാൻ പാടില്ല. ടെലിഫോൺ റിസീവർ ഒരിക്കലും എടുത്തിട്ട് വേറെ ആൾ ഫോൺ എടുക്കുമ്പോൾ അത് വിളിച്ചിട്ട് എന്നോട് ഇതൊക്കെ ഇതിൽ കൂടി മുമ്പ് ഇതൊക്കെ വന്നിട്ടുണ്ട് പറയാറില്ല. അത്ര തന്നെ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. നമ്മുടെ കേരളത്തിലെ ടെലിഫോൺ ഇന്ത്യൻ ടെലിഫോൺ നിയമത്തിലാണ് സാധ്യത. ഇപ്പോൾ ഒരാൾ ടെലിഫോണിനെ ഹറാസ് ചെയ്തിട്ട് ഒരാളെ ടെലിഫോണിൽ ഹറാസ് ചെയ്താൽ ടെലികോം ഡിപ്പാർട്ട്മെന്റ് അതിനെക്കുറിച്ച് അന്വേഷിക്കും. പക്ഷെ അന്വേഷിച്ചിട്ട് ആളെന്താ ചെയ്തതെന്ന് നിങ്ങളോട് പറയില്ല. നിങ്ങൾക്ക് ഇനി അത് വരില്ല എന്ന് മാത്രമേ പറയുള്ളൂ. നിയമമല്ല, ആള് ആരായിരുന്നു ഇതെന്ന് പറയാൻ നിയമമല്ല. അത് നിങ്ങൾക്ക് ആ ശല്യം ഉണ്ടാവില്ല എന്ന് മാത്രം അവർ പറയും. അതവർ ചെയ്യും. പക്ഷെ ഇന്ന ആളായിരുന്നു നിങ്ങളെ ശല്യം ചെയ്തിരുന്നു നിങ്ങൾക്ക് കാണിച്ചു തരില്ല. അത് അവരുടെ ധ്യാനത്താണ്, അവരുടെ സത്യസന്ധതയാണ് അതിനുള്ളത്. അപ്പം എന്തൊരു സംഗതി, ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട് അവരോട് പലരും പല കാര്യങ്ങളും പറയും. പ്രത്യേകിച്ച് ഭാരവാഹികളായിട്ടുള്ള ആളുകൾ, എന്നെപ്പോലുള്ള ആളുകൾക്കൊക്കെ, സാധാരണ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പലരും അവരുടെ അങ്ങേയറ്റത്തെ സ്നേഹം കൊണ്ട് പറയുന്നതാണ്. അത് നമുക്കൊരു ചെവി ഉണ്ടെങ്കിൽ
വായ്ക്കൂടി ചെവിന്നൊന്നും ഒഴുകാൻ പാടില്ല. ചെവിയായിട്ട് വെക്കണം, അതിനെ വേറൊരു ഒഴുക്കാനുള്ളതല്ല. അതങ്ങനെ തന്നെ ഒരു രഹസ്യമായി സൂക്ഷിക്കാം. അതാണ് ധ്യാനത്തിൽ. ഇത് സമ്പത്തിലുണ്ട്. ഒരാൾ പൈസ കൊടുത്ത് 100 റുപ്യ കൊടുത്ത് തിരിച്ചു കൊടുക്കുമ്പോൾ 90 റുപ്യ കൊടുക്കുക, ബാക്കി പിന്നെ തരാറ്. എന്നാലിപ്പോൾ അതിലും കിട്ടിയല്ലോ ഞാൻ ചവം വാങ്ങി വെക്കും. അത് സത്യസന്ധതയല്ല, അത് ധ്യാനത്തിനെതിരാണ്. ഇപ്പൊ കടം കുറെ വാങ്ങിയിട്ട് അവസാനം കുറച്ച് കൊടുത്തു കണ്ട് സമാനപ്പെടുത്തുന്ന ആൾക്കാരുണ്ട്. പലപ്പോഴും എനിക്കൊക്കെ ഇഷ്ടംപോലെ അനുഭവമാണ്. നമ്മളാരൊക്കെ എന്തെങ്കിലും വാങ്ങിയിട്ട് ഒരാൾക്ക് കടം കൊടുക്കും, കഷ്ടപ്പെടുന്നുണ്ടല്ലോ. അപ്പോൾ അയാൾ പിന്നെ കുറെ കാലം നമ്മൾ പിന്നാലെ കൊടുക്കുമ്പോൾ പകുതി തരും, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി തരും, പിന്നെ മറന്ന വരെ അടക്കും. ഇതൊക്കെ സത്യസന്ധതയ്ക്കെതിരാണ്. ഇത് മറ്റൊരു വശം. അപ്പം ഇതും അത് ചെയ്യല് നന്മയാണ്. അതാണ് പറഞ്ഞു വന്നത്. സുലഹ് ജോയി, അതായത് ഒരാൾ നമ്മളോട് വഴക്കിന് വന്നാൽ അയാളോട് സുൽഹാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രമിക്കും. ചിലരങ്ങനെയല്ല, അവനോട് വാക്ക് നടക്കില്ലെന്ന, ആരോട് സുൽഹല്ലോ അവനോട് നമുക്ക് ഞാൻ പണിയില്ല എന്നാണ്. അങ്ങനെയല്ല. അസുൽഹു ഖൈറുൻ, സുൽഹ് എന്നത് ഏത് തലത്തിലും നല്ലതാണെന്ന് ഖുർആൻ പച്ചയിൽ പറഞ്ഞിട്ടുള്ള. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ആളോട് സഹകരിച്ച ആളെ കൂടെ തന്നെ എപ്പോഴും നടക്കാൻ കഴിഞ്ഞിട്ട് നടക്കണ്ട, പക്ഷെ തെറ്റണ്ട. ഇങ്ങോട്ട് സുൽഹിന് വന്ന ഉടനെ തന്നെ നമ്മൾ അങ്ങോട്ട് പോകേണ്ടതാണ്, ഇങ്ങോട്ടല്ല അങ്ങോട്ട് പോകേണ്ടതാണ്. ഈഗോ എത്ര കണ്ടില്ല, അത് താഴ്ത്തിക്ക് വെക്കുക, സുൽഹിലേക്ക് പോവുക. അഫു, മാപ്പാക്ക. ഞാൻ നേരത്തെ പറഞ്ഞൊന്നുണ്ടായിരുന്നു, ഒരാൾ തെറ്റ് ചെയ്താൽ അത് നമ്മൾ വിട്ടുവീഴ്ച ചെയ്യും. എന്തിന്? അയാളുടെ നന്മകളെ പരിഗണിച്ച്. അത് ഹിൽമാണ്. അഫു എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, തെറ്റ് ചെയ്താൽ ഒന്നും നോക്കണ്ട, പോട്ടെ സാറല്ല. ആള് തെറ്റ് ചെയ്ത ആൾ അറിയാതെ ചെയ്ത് തെറ്റല്ലേ, പോട്ടെ നമുക്കാണ് പുറത്തു കൊടുക്കാം. സാറെന്താ ചെയ്യുക? നമ്മൾ ഇനിയിപ്പോ അത് പുറത്ത് കൊടുക്കൂല പറഞ്ഞാൽ എന്ത് ചെയ്യാനാണ്? ഏറി എന്നവനെ 4 കൊടുക്കുക, അല്ലെങ്കിൽ എപ്പോഴും കാണുമ്പോൾ വേണ്ടി ചീത്ത പറയാം. അതല്ല അവനെ കാണുമ്പോൾ ഇതിൽ തിരിഞ്ഞു നടക്കാം. ഇതിട്ടൊക്കെ എന്തെങ്കിലും കിട്ടും? ഒന്നും കിട്ടാൻ പോകുന്നു. മാപ്പാക്കുക എന്നുള്ള സ്വഭാവം. ശിക്ഷയ്ക്ക് അർഹനായിട്ടുള്ള കാര്യം ഒരിക്കലും ശിക്ഷിക്കാൻ തിരുത്തൂല എന്നുള്ള കാര്യമാണെങ്കിൽ അത് ശിക്ഷിക്കേണ്ട അർഹത ആർക്കുണ്ടോ അവരേക്ക് എത്തിക്കാൻ. അല്ല, നമ്മളെടുത്താണ് അർഹതയെങ്കിൽ അതിന്റെ മേലെ കൊടുക്കാതെ അത്ര അതിനാവശ്യമുള്ള ശിക്ഷ കൊടുക്കണം. ഒരാളൊരടി അടിച്ച അയാളെ 10 അടി അടിച്ചുകൊണ്ട് തള്ളിയിടലല്ല, ഒരടി അങ്ങോട്ടും കൊടുക്കുക. ഒരാള് നമ്മളെ ദ്രോഹിക്കുന്നതിനേക്കാൾ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ നമ്മളോട് അള്ള ചോദിക്കുകയാണ്, തരം വെട്ടിയാണെങ്കിൽ. അപ്പോൾ മാപ്പാക്കുന്നത് അല്ലാത്ത ഒരു സാഹചര്യത്തെക്കുറിച്ച് ഞാൻ ഓർത്തു. അത് എല്ലാവരും മാപ്പാക്കുക എന്ന അർത്ഥം ഖുർആനിലില്ല. പക്ഷെ മാപ്പാക്കുന്ന സ്വഭാവം കഴിയുമെങ്കിൽ നല്ലതാണ്, സാഹചര്യങ്ങൾക്കനുസരിച്ച് ചെയ്യുക. അഹദിക്ക് പാബന്തി, കരാറുകൾ പാലിക്കുക. ഇത് അന്താരാഷ്ട്ര തലങ്ങളിലും സാമൂഹ്യ തലങ്ങളിലും കുടുംബ തലങ്ങളിലും പരസ്പരം ഭാര്യ ഭർത്താക്കന്മാരും വരെ ഉള്ള ബന്ധങ്ങളിലും അത് വളരെയധികം പ്രയാസമുള്ള സംഗതിയാണ്. അല്ല, ഒരു കാര്യം നമ്മൾ മഹറൊക്കെ ഉണ്ട്, അതൊക്കെ കരാറ് പാലിക്കലാണ്. ഖലീഫത്ത് മസീഹ് അവ്വലിന്റെ ഭാര്യയ്ക്ക് അദ്ദേഹം ആദ്യ ഭാര്യയ്ക്ക് രണ്ടാമത്തെ ഭാര്യയ്ക്ക് അദ്ദേഹം മഹർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഒരിക്കൽ കയ്യിൽ കുറച്ച് പൈസ വന്നപ്പോഴേ പൈസക്ക് ആവശ്യം വേറെ ഉണ്ട്. അപ്പൊ അത് കൊടുക്കാന്ന് അദ്ദേഹം തീരുമാനിച്ചപ്പോൾ പറഞ്ഞു, നീ അതെല്ലാം പുറത്ത് തന്നിട്ടില്ലേ പണ്ട്, അപ്പൊ എനിക്ക് വേണ്ട, ഞാൻ മാപ്പാക്കിക്കണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ തിരിച്ചു കൊടുത്താൽ ഇങ്ങോട്ടാൻ തരും എന്നുള്ള ഒരു ധാരണയിൽ കൊടുത്ത്, എന്നിട്ട് നീ ഏതായാലും നേരത്തെ മാപ്പാക്കിയതാണല്ലോ, എനിക്കിപ്പോൾ ആവശ്യമുണ്ട്, നീ തിരിച്ചു തരുമല്ലോ ചോദിച്ചു. അപ്പൊ കൈ കിട്ടുന്നവരൊന്നും മിണ്ടിയില്ല. കൈ കിട്ടിയാ പറഞ്ഞു, അതായത് കിട്ടിയല്ലോ, ഇതോടെ ഇങ്ങോട്ടെന്ന്. അപ്പൊ കരാറ് പാലിക്കാതിരുന്നാല് എത്രയോ സ്നേഹം ഒക്കെ ഉണ്ടെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ അത് കിട്ടിയിട്ടില്ല എന്നുള്ള തോന്നലുണ്ടാവും. അപ്പൊ കരാറുകൾ എല്ലാ സ്ഥലങ്ങളിലും, ഞാനൊരു മഹന്റെ കാര്യം എടുത്തു പറഞ്ഞത് സാധാരണഗതിയിൽ നടക്കുന്ന ഒരു സംഗതി ആയതുകൊണ്ടാണ്. ആരോടെന്ത് വാഗ്ദാനം ചെയ്താലും, അള്ളാഹിനോട് ചെയ്ത വാഗ്ദാനം, നമ്മൾ ബൈഅത്ത് ചെയ്യുന്ന വാഗ്ദാനം, പ്രതിജ്ഞ ചെയ്യുന്ന വാഗ്ദാനം ഒക്കെ നമ്മൾ പാലിക്കുന്നുണ്ടോ എന്നെപ്പോഴും ഓർത്തുകൊണ്ടിരിക്കേണ്ടതാണ്. गिरे हुए लोगों को बुलंद करने की कोशिश करना. വീണുപോയ ആളുകളെ ഉയർത്താൻ വേണ്ടി ശ്രമിക്കുക. ഒരാൾ കച്ചവടത്തിൽ തകരും, ചിലപ്പോൾ ജോലിയിൽ എന്തെങ്കിലും പ്രശ്നമായിട്ട് പോകും. അതേപോലെ തന്നെ സാമുദായികമായിട്ടുള്ള ഇപ്പം നമ്മളെ പട്ടികജാതിയും മറ്റേ ഇതൊക്കെ ഉള്ള അവരൊക്കെ ഉയർത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളുണ്ട്. അങ്ങനെ അധികൃതരായിട്ട് നടക്കുന്ന ആളുകൾ അല്ലെ ഏതെങ്കിലും വിധത്തിൽ ഉയർന്ന വിദ്യാഭ്യാസത്തിൽ കാണാം ആൾക്കാരുണ്ടാവും. ഒരുത്തന് സാധാരണഗതിയിലുള്ള ഒരു കമ്പ്യൂട്ടർ സാധാരണ ഒരു എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റുന്ന കൊടുത്തിട്ട് ആളെ ഉയർത്താൻ കഴിയും.
അതല്ല വേറെന്തെങ്കിലും കാര്യങ്ങൾ, താഴ്ന്ന തലത്തിലുള്ള ആളുകളെ എങ്ങനെ ഉയർത്താൻ വേണ്ടി ശ്രമിക്കുക. നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന വിധത്തിൽ എല്ലാവരും ഉയർത്താൻ ശ്രമിക്കുക. നമുക്കറിയാവുന്ന കാര്യങ്ങളിൽ ഉപദേശങ്ങളിലൂടെയും അവരുടെ പ്രാക്ടിക്കലായിട്ടുള്ള ലൈഫിലും അവരുടെ സഹായിച്ചുകൊണ്ടൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും. അത് കച്ചവടത്തിന് ചില ആളുകൾ കച്ചവടത്തിന് ചെറുതായിട്ട് സഹായിച്ചു വെച്ചിട്ടുണ്ട്, നല്ല പൊന്തി വരും. ഇഷ്ടംപോലെ അനുഭവങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അതൊക്കെ വളരെ തുച്ഛമായിട്ടുള്ള ഏതെങ്കിലും ചെയ്യുമ്പോഴേക്കും അവരെവിടെയോ എത്തിയിട്ടുണ്ടാവും. ഇന്ന് അവരെവിടെയോ നിൽക്കുന്നു. നമുക്ക് താഴെ അവർ നിന്ന് നേരത്തെ ബിൽഡിങ്ങിന് കൊടുന്ന് കീഴ്പ്പെട്ടാകുമ്പോൾ നോക്കിയിരുന്നെങ്കിൽ ഇപ്പൊ മാനത്തേക്ക് നോക്കേണ്ട പോലെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. വളരെ തുച്ഛമായിട്ടുള്ള അതിന് നമ്മൾ വളരെ ഒന്ന് പുഷ് ചെയ്യുന്ന, ആരെക്കൊണ്ടും പുഷ് ചെയ്യിപ്പിക്കുന്നു, അവർ കയറി വരുന്നു, വളരെ ഉയർന്നു വരും. അപ്പോൾ താഴ്ന്ന ആളുകളെ ഉയർത്താൻ വേണ്ടി ശ്രമിക്കാം. ജോലിയിൽ ഇപ്പോൾ എവിടെയൊക്കെ ചെയ്യാവുന്ന സംഗതികളാണ്. ജോലി പൊതുവെ താരതമ്യേന പിന്നെ കുറഞ്ഞ സ്റ്റാറ്റസിലുള്ള ജോലികളാണെങ്കിൽ അവരെ ഉയർത്താൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നമ്മളെ കൊണ്ട് ആലോചിച്ച് നമുക്ക് ചെയ്യാവുന്ന ചെയ്യാം. ദൂസരോं का एजाज और इकराम करना, അതായത് മറ്റുള്ളവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക. ദൂസരോं का अदब करना, മറ്റുള്ളവരുടെ അദബ് കാണിക്കുക, മര്യാദ കാണിക്കുക. രണ്ടോട് ചെറിയ വ്യത്യാസമുണ്ട്. മറ്റുള്ളവരെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ലെവലിലുള്ള ആൾക്കാരെ ഇസ്സത്ത് പോകുന്ന വിധത്തിൽ ഒരിക്കലും നമ്മൾ പെരുമാറാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല. ഒരു അഹമ്മദി പള്ളിയിൽ കിടന്നുറങ്ങാം. അപ്പൊ ഞാനെൻ്റെ ഉപ്പാന്റെ അടുത്ത് ഇരിക്കായിരുന്നു. അപ്പൊ കാലിങ്ങനെ നീട്ടിയിരുന്നു. ഉറങ്ങുന്ന ആളെ നേരക്കാണ് കാല് നീട്ടിയിരുന്നത്. അപ്പൊ എന്നോട് പറഞ്ഞു കാല് വലിക്കുന്നതാണ്. ആളെ ഉറങ്ങുകയാണ്, അയാളെ കാലിന്റെ ഭാഗത്തേക്ക്, തലയുടെ ഭാഗത്തേക്കൊന്നല്ല. എന്നിട്ട് ഉപ്പനോട് പറഞ്ഞു വലക്കത് കറന്ന ബനിയാദമാണ്, അള്ള പറഞ്ഞാണ്. മനുഷ്യനെ ഞാൻ ആദരിച്ചിരിക്കുന്നു, അള്ള ആദരിച്ചിരിക്കുന്നു, നീ എങ്ങനെയാണ് കാലഘട്ടത്തിലെന്ന്. അപ്പം ഒരാളുടെ ഇസ്സത്തിന് ഏതെല്ലാം അള്ളയാണ് ആദരിച്ചിരിക്കുന്നത് മനുഷ്യനെ. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇസ്സത്ത് കളിക്കാനേ പാടില്ല. കാരണം എന്തും വേണമെങ്കിലും കളിക്കും. തമാശക്ക് കളിച്ചാൽ ഉള്ളിൽ അത് ചിലപ്പോൾ എപ്പോഴെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും നമുക്ക്. കാരണം ചിലപ്പോൾ കൂടിപ്പോയിട്ട് എവിടെയോ എത്തും. അത് തൽക്കാലം ടോളറേറ്റ് ചെയ്താലും ഒരു അസ്വാഭാവികത അതിൽ നിന്ന് ഉടലെടുക്കാനുള്ള സാധ്യതകളുണ്ട്. ഞാൻ എന്തെങ്കിലും തമ്മിൽ തമാശ പറയുന്നതിനല്ല ഞാൻ പറയുന്നത്. ഇനി അതൊക്കെ നിങ്ങൾ എടുത്തുകൊണ്ട് വരച്ചു കൂട്ടാൻ നിൽക്കണ്ട. എപ്പോഴും ആരെങ്കിലും തമ്മിൽ തമാശ പറയുന്നതല്ല സംഗതി. ഇസ്സത്തുമ കളിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലക്ഷ്യത്തോടുകൂടി കളിക്കണം. വെറുതെ വർത്താനം പറയുന്ന കാര്യങ്ങളല്ല. വെറുതെ വർത്താനം പറഞ്ഞാൽ അത് പെടുവില്ലെന്ന് പറച്ചവന്റെ മുമ്പിൽ അവരാണ് പറയുന്നത്. അത് നമുക്കറിയാം. സാധാരണ ഞാൻ കാണുന്ന സാധാരണ തമാശയെ കുറിച്ചല്ലേ പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഒരാളുടെ രക്തം ഹറാമാണെന്നാണ്. എന്നറിയാം ഏറ്റവും അവസാനത്തെ സ്പീച്ച് ഹജ്ജത്തുൽ വിദാഇൽ. അത് പറയാനുള്ള സാഹചര്യം റസൂൽ തന്നെ വളരെ ഇൻസ്പൈറേഷൻ കൊടുത്തുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഇൻസ്പയർ ചെയ്തൊരു പ്രസംഗത്തെ ലോകത്തിൽ ഒരു സ്ഥലത്ത് നമുക്ക് കാണാൻ കഴിയില്ല. എത്ര വലിയ പ്രസംഗങ്ങൾ എടുത്തുള്ളൂ. ഹജ്ജത്തുൽ വിദാഇന്റെ പ്രഭാഷണം പോലുള്ള ഇൻസ്പയറേഷൻ വേറെ ഒരു പ്രസംഗത്തിനുമില്ല. റസൂൽ ചോദിക്കണേ ഈ സ്ഥലം ഏതാണെന്ന് അറിയിച്ചു. അപ്പോൾ എല്ലാവരും അറിയില്ലെന്നോ ഇത് ആദരിക്കപ്പെട്ട സ്ഥലമാണെന്നാണ്. ഹറം അതിർത്തിയിലാണെന്നാണ്. ഈ ദിനം ഏതാണെന്ന് അറിയിച്ചു. ഇത് ആദരണീയ ദിനമാണെന്നാണ്. അതായത് ഹജ്ജത്തുൽ വിദാഇന്റെ അറഫാ ദിനമായിരുന്നു. ഈ മാസം ഏതാണെന്ന് അറിയുമെന്ന് വെച്ച്. അപ്പോൾ അവർ പറഞ്ഞില്ല ഇതും ആദരണീയമായ മാസമാണെന്നാണ്. ഈ ദിനവും ഈ മാസവും ഈ സ്ഥലവും ആദരണീയമായതുപോലെ മനുഷ്യന്റെ രക്തം ആദരണീയമാണ്, അവന്റെ ഇസ്സത്തും ആദരണീയമാണ്, അവന്റെ അന്തസ്സും ആദരണീയമാണ്. അപ്പോൾ ഒരാളെ കൊല്ലുന്നത് പോലെ, ഒരാളെ കൊല്ലല് സാധാരണ പറയുന്നുണ്ടല്ലോ കൊല്ലാന്ന്, ആളെ പരസ്പരം കൊല്ലുക. അതിനേക്കാൾ വലിയ കൊലയാണ് ഇസ്സത്തുമുള്ള കൊല. ഇന്നത്തെ നമ്മുടെ ഇന്ത്യൻ തേർഡ് വേൾഡ് രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ കൊല നടക്കുന്നത് ഇസ്സത്ത് കൊണ്ടുള്ള കൊലയാണ്. ഇന്നത്തെ ജേർണലിസം എന്നൊക്കെ അതിന് പേര് കൊടുക്കുന്നുണ്ട്. അതായത് അതിനൊരു പ്രത്യേക ജേർണലിസം എന്നൊക്കെ അവർ പറയുന്നത്. ഒരുത്തന്റെ രഹസ്യരെ കൊണ്ട് ക്യാമറ വെച്ചിട്ട് ഇവൻ ജേർണലിസ്റ്റാണ്. അപ്പൊ അത് ഇസ്സത്തിലല്ല കളിക്കേണ്ടത്. അതിന് വേറെ മാർഗങ്ങളുണ്ട്. ഇത്ര ആൾക്കാരെങ്ങൾക്ക് ഇങ്ങനെ ക്യാമറ ചെയ്തുകൊണ്ടേ നാട്ടുകാരുടെ അടിയിൽ ഇട്ടിട്ടല്ല കളിക്കേണ്ടത്. അതിന് കളിക്കാനുള്ള നിയമവശങ്ങളുണ്ട്. അവിടെ വെച്ചാൽ കളിച്ചാൽ അവന്റെ ഇസ്സത്തും പോലെ കാര്യം നടക്കും. അവന്റെ ഇസ്സത്തുമ്പോൾ കളിക്കുമ്പോൾ അവൻ അതിന് എതിരിടാൻ വേണ്ടി വേറെ ക്യാമറ വെച്ചിട്ട് വേറെ ഒന്നിട്ട് അതിന് പിന്നെ ഏതായാലും നങ്കേനെ ഹായത്തൊന്നി ചൊണ്ണാക്കിയാന്ന് ഉറുദുവിൽ ചൊല്ലുണ്ട്. തുണിയില്ലാതെ കുളിച്ച് തന്നെ പിഴിയാനൊന്നും ഉണ്ടാവില്ല. അപ്പൊ അത് കൂടുതൽ പ്രശ്നങ്ങളാണ്. ഞാൻ പറഞ്ഞു വന്നത്
രക്തം എങ്ങനെ ഹറാമാക്കിയോ അതേപോലെ തന്നെ വളരെ ശക്തമായിട്ട് നമ്മളെ പ്രചോദിതമാക്കിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യം, ഒരാളുടെ ഇസ്സത്തിൽ കൈവയ്ക്കൽ. അത് പരസ്പരം ചെയ്യുന്നതിനെയാണ് എസാദ് വൈക്രാം എന്ന് ഹദീസാനി പറഞ്ഞത്. അദബ് എന്നുള്ളത് നമ്മളുടെ മേലുള്ള ആൾക്കാർ. ഒരു സായിക്കാണ് ഖുദാമുൽ അഹ്മദിയുടെ, അതല്ലെങ്കിൽ ലജനയുടെ ഒരു സാധാരണ സെക്രട്ടറിയാണ്. അതിനെന്തോ കാരണം നമ്മളെക്കാണ് കൂടുതൽ അള്ളാന്റെ മുമ്പിൽ ഉണ്ടായിട്ട് തന്നെയാണ് അയാളെ തെരഞ്ഞെടുത്തത്. കാരണം നമ്മളെ പണി നമുക്ക് ഇഷ്ടപ്പെട്ടവരാണ് നമ്മൾ തെരഞ്ഞെടുക്കല്. പിന്നെ അള്ള മാത്രം അള്ളാന്റെ പണിക്ക് വേറെ ആരും ഇഷ്ടപ്പെടാത്തവനെ തെരഞ്ഞെടുക്കില്ല. അവിടെ അധികം ആ ഒരു കാര്യത്തിന് അള്ളാഹ്ക്ക് ഇഷ്ടമായാൽ തന്നെയാണ്, അത് ഉറപ്പാണ്. അതുകൊണ്ട് അയാൾ നമ്മളെ മേലുള്ള ആളാണ്, അത് നമ്മൾ ആദരിച്ചേ പറ്റും. ആ ഒരു അദബ് എല്ലാവർക്കും കൊടുക്കേണ്ടതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊക്കെ ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ മൂത്ത ആള് ഉണ്ടാവും, പാർട്ടി സെക്രട്ടറി മറ്റൊക്കെ ആയിരിക്കും. അപ്പോൾ താഴെയുള്ള സാധാരണക്കാരാണ് ലോക്കൽ സെക്രട്ടറി. ഇവിടെ ഒരു ബീഡി ഉണ്ട് തന്നാൽ എന്നിട്ട് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ബീഡി അടിച്ച് കഴിഞ്ഞാൽ അവർ വളരെ സുഹൃത്തുക്കളായി. ബീഡി കുറ്റിയിലാണ് കാര്യമായിട്ട് അവർ തമ്മിൽ ഇങ്ങനെ ലോകങ്ങളൊക്കെ വലിയ ആൾക്കാരും ചെറിയ ആൾക്കാരൊക്കെ ഒന്നാണ്. അപ്പൊ അത് വലിയവരോടുള്ള ബഹുമാനം എല്ലാ തലത്തിലും നമ്മൾ കാണിക്കണം. അത് അവരുടെ ഒരു പ്രത്യേക കൾച്ചറാണ് അത്. അതുകൊണ്ട് അവിടെ ആർക്കും ബഹുമാനം ഉണ്ടായില്ല. അതേ സമയത്ത് പോലീസിന് നോക്കുന്നുണ്ട്, എത്ര തന്നെ എന്താണെങ്കിലും ഒരു സ്റ്റാറോ ഒരു വരയോ കൂടുതലുണ്ടെങ്കിൽ ചെറിയ നഷ്ട സല്യൂട്ട് ചെയ്യും. ഏത് വന്നാലും ഉടനെ തന്നെ അവൻ ആ ബഹുമാനം കാണിക്കും. പട്ടാളത്തിലുണ്ട് അത്. അതായത് ചിട്ടയുള്ള എല്ലാ കൗമിലും ഉണ്ട്, ചിട്ടല്ലാത്ത താന്തോന്നിവാസത്തിൽ ആദമില്ല. അത് നമ്മളുടെ ബോസാണെങ്കിലും നമ്മൾ ഒരു ഔദ്യോഗിക തലത്തിൽ നമ്മൾ പ്രവർത്തിക്കുന്നതിൽ നമ്മൾ ലീഡറാണെങ്കിലും അവരോടൊക്കെ അദബ് നമ്മൾ പാലിക്കണം. അവിടുന്ന് താഴേക്ക് വരാൻ പാടില്ല. മറ്റൊരു സംഗതി, രണ്ടാള് തമ്മിൽ നന്മ, ഇതൊക്കെ നന്മയെ കുറിച്ചാണ് ചർച്ച ചെയ്ത് തരുന്നത്. രണ്ടാള് തമ്മിൽ വഴക്കുണ്ടെങ്കിൽ അത് തീർക്കാൻ നോക്കാം. അതിങ്ങനെ പണ്ടൊക്കെ നമ്മൾ ഇങ്ങനെ രണ്ടാൾ തല്ലിടുമ്പോൾ ഇങ്ങനെ കാട്ടിക്കൊടുക്കും. അത് പറയുന്നത് നല്ലോണം കൂടിക്കൊണ്ടുള്ള കണക്കാണ്. പിന്നെ നമ്മൾ കുട്ടിക്കാലത്തൊക്കെ ഓർമ്മയുള്ളൊരു പണിയുണ്ട്. രണ്ടാളിപ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ നീ അവൻ്റെ ചെറിയ തോണ്ടോന്ന് വെക്കും. അപ്പോൾ അവൻ ചെറിയ തോണ്ടാടാ, അവൻ്റെ ചെറിയിലല്ലടാ തോണ്ടിയത്. എന്നിട്ട് രണ്ടാളും ഇവിടെ അങ്ങോട്ടും കൊണ്ട് തല്ലിക്കുക. പണ്ട് സാധാരണ നമ്മുടെ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടിക്കാലത്ത് നടന്നൊരു സംഗതിയാണ്. അപ്പോൾ ഒരാളോട് മറ്റാൾ തല്ലുന്നുള്ളതിന് ചെറിയ തോണ്ടോ മറ്റേ കുറച്ച് ഉറക്കണം തോണ്ടും, പിന്നെ അതിനേക്കാൾ കുറച്ച് ഉറക്കണം തോണ്ടും, പിന്നെ തോണ്ടൽ കയ്യങ്ങളിലെത്തും, അവസാനം അടിയാണ്. ഇതാണ് സാധാരണ കുട്ടിക്കളി. നേരെ തിരിച്ച് ആണ് ചെയ്യേണ്ടത്. രണ്ടാൾ വഴക്കുണ്ടാവുമെന്ന് തോന്നുന്ന സ്ഥലത്ത് ഉടനെ തന്നെ ബന്ധപ്പെടുക. അത് ഒഴിവാക്കാൻ വേണ്ടി കഴിവിൻ്റെ പരമാവധി നോക്കാം. അത് രണ്ടാൾ തമ്മിൽ നിന്ന് അന്താരാഷ്ട്ര തലത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നമ്മൾ ചെയ്തിരിക്കാം. മറ്റൊന്ന് ഒഹുവത്ത്, സഹോദരിത്വം. പറയാൻ എളുപ്പമാണ് സംഗതി. സഹോദരത്വം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു സഹോദരൻ മറ്റൊരു സഹോദരന്റെ തമ്മിലുള്ള ബന്ധത്തെ ശരീരം പോലെയാണ്. ഒരിക്കലും തലയിൽ വിചാരിക്കുന്ന ഒരു സാധനം, ഇപ്പൊ ഈ ഗ്ലാസ് ഇത് ഇങ്ങോട്ട് എടുക്കണം എന്ന് തല വിചാരിക്കും, അപ്പൊ കൈ ഇങ്ങോട്ട് എടുക്കും. അപ്പൊ തല വിചാരിക്കുന്ന ഗ്ലാസ് എടുക്കണം എന്നാണ്, അതിന് ഞാൻ ഇവിടെ എന്തെങ്കിലും പോയി തപ്പൂല കൈ. അപ്പൊ തലക്കനുസരിച്ച് നടക്കുള്ളൂ. ഇതേപോലെ നമുക്ക് ഒരു ആത്മീയ തലമുള്ള സമൂഹം, ഖിലാഫത്ത് എന്താണോ വിചാരിക്കുന്നത് അതിനനുസരിച്ചാണ് നമ്മുടെ കൈകാലം പോകുക. അപ്പോൾ സ്വാഭാവികമായ ഒരു തല ഉള്ളത് കൊണ്ട് ജീവനുള്ളൊരു സമൂഹമാണ് നമ്മൾ. അതിൽ ഈ സഹോദരത്വം വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അതിന് റസൂൽ തിരുമേനി പറയാണ്, കയ്യിലൊരു വേദന, ഒരു ചെറിയൊരു മുറി ഉണ്ടായാൽ ശരീരം മുഴുവൻ പനിക്കും. അതിന് ഇതേപോലെ ഒരു പ്രതികരണം നമ്മുടെ സഹോദരന്മാരുടെ ഇടയിലുള്ള ഒരു ഇത്, ഞാൻ പറയുന്നത് അവരുടെ കഷ്ടപ്പാടും സാമ്പത്തികവും എന്നല്ല ഞങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു സ്വഭാവ ദൂഷ്യം, അതല്ലെങ്കിൽ ജമാഅത്തുമായിട്ട് ബന്ധമില്ലാത്തൊരവസ്ഥ, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറവ് ആത്മീയമായിട്ടുള്ള ആളുടെ ജീവിതത്തിൽ കണ്ടാൽ നമ്മുടെ മനസ്സ് വേദനിക്കണം. നിങ്ങളൊരാളെ ബയ്യത്ത് ഇതാക്കണേ എത്ര പണിയെടുക്കണം എന്നറിയാം. തബ്ലീഗൊക്കെ ചെയ്തിട്ട് എല്ലാം സമ്മതിച്ചിട്ട് എന്നാലും മീർജാ സാഹിബ് മറിയെന്ന് പറഞ്ഞ് പറ്റില്ലാണ്ട് പോകും. മുഴുവൻ പറഞ്ഞിടങ്ങാറായിട്ട് എന്നാലും മീർജാ സാഹിബ് ഇംഗ്ലീഷുകാരോടുള്ള ആ ബന്ധത്തിൽ എന്നിട്ട് പോകും. ഈ പണിയൊന്നും ഇല്ലല്ലോ നമുക്ക്. നമ്മുടെ സ്വന്തം എല്ലാം കഴിഞ്ഞ് അഹമ്മദിയായി ജനിച്ചു, അല്ലെങ്കിൽ അഹമ്മദിയത്ത് ബയ്യത്ത് ചെയ്ത് വന്നു. അപ്പൊ അതിന് നമുക്ക് ആ പണി എടുക്കേണ്ട ആവശ്യമില്ലല്ലോ.
നമ്മൾ ആലോചിച്ചൊക്കെ ഒരാളെ അഹമ്മദി ആക്കുന്നതിനേക്കാൾ കൂലിയുള്ള ഒരു കാര്യമാണ് ഉള്ള ഒരുത്തനോട് പിടിച്ചു നിർത്തൽ. അപ്പൊ അതുകൊണ്ട് ആ ഒരു ബന്ധം, അപ്പൊ നമ്മളൊരാളെ പള്ളിക്ക് വരുന്നില്ലെങ്കിൽ അവനെ പിടിച്ചു കണ്ട് ഹറാസ് ചെയ്യാം, അങ്ങനെ പള്ളി ജമാഅത്തിന് പുറത്താക്കാൻ പോകണമെന്ന് തോന്നുന്നു എന്നൊക്കെ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുക. അത് സഹോദരത്വം, സ്നേഹവും വേദനയും അയാളറിയിക്കും. ഞങ്ങൾക്ക് ഇതുകൊണ്ട് കിട്ടുന്നത് ഇന്നോക്കെയാണ്, അല്ലെങ്കിൽ ഇതിൽ വരുന്നവർക്ക് ഇന്നോക്കെ കിട്ടുന്നത്, അല്ലാത്തവർക്ക് ഇന്നോക്കെ പ്രശ്നങ്ങൾ. നീയും ഞാനുള്ള ബന്ധത്തിന്റെ പേരിൽ നീ നശിക്കുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. ഈ ഒരു ബന്ധം എല്ലാ അഹമ്മദികളോടും ഉണ്ടാവുക, സാധാരണ മനുഷ്യന്മാരോടും വെക്കാവുന്നതാണ്. പരമാവധി അത് വെക്കുക. റാസ്ദാരി, രഹസ്യം സൂക്ഷിക്കുക. എൻ്റെ ഒരു ഭാഗം ഞാൻ നേരത്തെ പറഞ്ഞു. ഒരു വർക്കിംഗ് കമ്മിറ്റിയിൽ ഒരു ചർച്ച നടന്നത് പുറത്തു പറയാൻ പാടില്ല. ജമാഅത്തിൽ ആളെ വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കാനുള്ള എലിജിബിലിറ്റിയാണ്. അയാളെ പുറത്താക്കാനും മതി, അയാൾ ഇവിടെ നടന്ന ചർച്ച വേറോട് പോയി പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി. അവരൊന്നും വേണ്ട, റിപ്പോർട്ടാക്കിയിട്ട് അയാളെ പുറത്താക്കിയിട്ട് സസ്പെൻഡ് ചെയ്ത് വിവരം അറിയിച്ചാൽ മതി. അതേസമയത്ത് കുടുംബ രഹസ്യങ്ങൾ പുറത്തു പറയും. അതിനേക്കാളും വലിയ പ്രശ്നം എന്താ പറയുക, ഇപ്പോഴും അള്ളാഹുമായിട്ടുള്ള രഹസ്യം ഒരിക്കലും പെടരുത്. അതായത് നമ്മളെ ചില പാപങ്ങൾ അള്ളാഹ് പുറത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ മറച്ചു വെച്ചിട്ടുണ്ടാവും. അത് മാന്തിയിട്ട് വേറൊരാൾ കാണിച്ചു കൊടുക്കാൻ പാടില്ല. ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു അങ്ങനെയൊക്കെ ചെയ്തു നമ്മൾ പാവങ്ങൾ അള്ളാഹ് പുറത്തു വെച്ചതിന് മറച്ചു വെച്ചതിന് നമ്മൾ കാണിക്കാൻ പാടില്ല. അത് അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, അള്ളാഹ് മറച്ചു വെച്ചതിനെ കീറിയാൽ, ആ പർദ്ദ, ആ ഘോഷ എന്താ പറയുക, ആ മറവിനെ കീറിയാൽ അള്ളാഹ് മുഴുവൻ എടുത്ത് പുറത്തേക്ക് ഇടുന്നു. അള്ളാഹ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സമയം. മറ്റ് ചില ഇത് ഞാൻ സാധാരണഗതിയിലുള്ള ഒരു ചെറിയ അള്ളാഹ് നമ്മുടെ ഉള്ളിലുള്ള രഹസ്യം, അതിന് നമ്മൾ മറ്റുള്ളവർ പറയേണ്ട ആവശ്യമില്ല. അതേപോലെ വേറൊരാളുടെ രഹസ്യം ഒരിക്കലും കേൾക്കാനും പാടില്ല. രണ്ടാൾ വർത്തമാനം പറയുമ്പോൾ അവിടെ സാധാരണഗതിയിൽ നമ്മൾ ചെന്ന് അനുവാദം ചോദിച്ചിട്ടാണ് പോകേണ്ടത്. എന്താ പറയണെന്ന് ഇങ്ങനെ കുറച്ചേരം കേട്ടുന്നിട്ട് പോകാം എന്നല്ല ഞാൻ പറയുന്നത്. അനുവാദം ചോദിച്ചിട്ട് പോകാൻ പാടില്ല. ഒരു കുട്ടി ഖലീഫത്തുൽ റാബി പറഞ്ഞൊരു കഥ. ഒരു കുട്ടി പിന്നെ മാഷി വെച്ച് ഏറ്റവും വലിയ യുദ്ധം ഏതായിരുന്നു ലോകത്ത് നടന്ന് നിങ്ങൾ കണ്ടതിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നതിൽ വെച്ച്? അപ്പോൾ കുട്ടി പറഞ്ഞ്, വീട്ടിലെ രഹസ്യം പുറത്ത് പറയാൻ പാടില്ല എന്ന് ഉമ്മയിപ്പം പറഞ്ഞിരുന്നു. അതുകൊണ്ട് എൻ്റെ ഉമ്മാനോടും ഉപ്പാനോടും പറയരുത്, അങ്ങനെയാണ് ഞാൻ പറയാറ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഉമ്മയിപ്പാണ് ഏറ്റവും വലിയ യുദ്ധം ഞാൻ കണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ രഹസ്യം എന്താണെങ്കിലും അത് പുറത്ത് പറയാനുള്ളത് പറയാനും പാടില്ല, പറയാൻ പാടില്ല. അല്ലാതെ കണ്ടൊക്കെ വിളിച്ചു പറയല്ലേ. റെയ്യും ഇങ്ങനെ അങ്ങോട്ടോട്ട് നോക്കുക. അവരോട് ഞാൻ കഥ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. രണ്ടാളും അങ്ങോട്ടോട്ട് നോക്കുകയാണ്. നമ്മളോട് പറഞ്ഞ കഥയാണ്. അപ്പോൾ രഹസ്യങ്ങൾ ഒരിക്കലും മറ്റുള്ളവരോട് കൈകാര്യം ചെയ്യും. വീട്ടിലെ കാര്യങ്ങളും മറ്റുള്ളവരുടെ സുഹൃത്തുക്കളുടെ രഹസ്യങ്ങളും മറ്റ് കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ മറ്റുള്ളവരോട് കൈകാര്യം ചെയ്യുമ്പോൾ അത് സൂക്ഷിക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരിക്കണം. ബഷാഷ, അതിനെക്കുറിച്ചാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. പുഞ്ചിരി, ഒരു നല്ല മുഖം, ഏത് നേരം കരി പിടിച്ച മാതിരിയോ അല്ലെങ്കിൽ ഉരുട്ടിക്കെട്ടിയ പോലെയൊക്കെ ഉണ്ടായി, മഴക്കാറ് മൂടിയ പോലെ ഒക്കെ മുഖം വെക്കാതെ കാണുമ്പോൾ ചിരിക്കുക. ചില ആൾക്കാർ തീരെ ചിരിക്കില്ല. അവർ ചിരിക്കില്ല, അവരെ കണ്ടാലും ചിരിക്കില്ല. എന്തൊക്കെ അവരെ കണ്ടാലും ചിരിക്കാൻ പേടിയായിരിക്കും. കാരണം എന്തോ യാമത്ത് വന്നു പോകുന്നതാണ് പേടിക്കുന്നത്. അതേസമയത്ത് ചില ആൾക്കാരെ എപ്പോഴും മനസ്സിൽ നിൽക്കും. ചില കുട്ടികളെ, നമ്മളെ സെലീൻസിന്റെ മോളെ മനസ്സിൽ നിന്ന് പോകില്ല. എന്നാൽ വന്ന ഒരു ചെറിയൊരു ചിരിയുണ്ട്, ആ ചിരിയിൽ എല്ലാവരും മാറ്റി. അപ്പൊ അത് പിന്നെ ചില കുട്ടികളുടെ മുഖത്ത്, നമ്മൾ കുട്ടികളെ മാത്രം വലിയവർക്കും കാണും ഒരു പുഞ്ചിരി മനസ്സിലുള്ള ഒരു ഇത് കുട്ടികളുടെ മുഖത്തും വലിയൊരു മുഖത്തും ഒക്കെ കാണേണ്ടതാണ്. ഇത് നന്മയാണെന്നാണ്, അള്ളാഹിനെ തൃപ്തി പ്രാപിക്കുന്ന ഒന്നാണെന്നാണ്. അല്ലാതെ ഇതിപ്പോൾ ചിരിച്ചുകൊണ്ട് നടക്കാൻ എൻ്റെ മോളോട് ഒരിക്കൽ യാത്ര ചെയ്യുമ്പോൾ ഒരു പയ്യനുണ്ടാവുന്ന പല്ല് വലുതാണ്. അവനെ കണ്ടപ്പം ചിരിക്കണ മാതിരിയെ തോന്നുന്നു. അപ്പോൾ മോളിനോട് പറഞ്ഞു, അപ്പം ഞാനത് ചിരിക്കരുത്, 2-3 പ്രാവശ്യം ചിരിച്ചു കൊടുത്തിന്ന്. ചെറിയ കുട്ടിയാണ് അവളന്ന്. അത് എപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ, നിങ്ങളെപ്പോഴും ചിരിക്കരുത് കേട്ടോ അതിനോടന്ന്. അതുകൊണ്ട് അതേമാതിരി നടക്കണം എന്നല്ല ഞാൻ പറയുന്നത്.
പുഞ്ചിരി എന്നതുകൊണ്ട് പുഞ്ചിരിയുടെ പരിധി വരെ വെക്കുക. കൃത്യം നാലാം ക്ലാസ്സിലോ 3-ാം ക്ലാസ്സിലോ പോകുമ്പോൾ എന്നോട് ഒരിക്കൽ മോള് പറഞ്ഞു, ഞാൻ എപ്പോഴും ചിരി എന്ന് പറയുമ്പോൾ എനിക്കത് ഓർമ്മ വരും. ഇപ്പൊ നിങ്ങൾ എപ്പോഴും ചിരിക്കണ്ടോ, ഞാൻ ചിരിച്ചിരുന്നു അതിന് പല്ലെന്ന് അങ്ങനെയുള്ളത് എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരവസ്ഥ ഉണ്ടാവാൻ പാടില്ല, അത് വേറെ നേരെ തിരിച്ചാണ്. ഇനി പിന്നെ മൃഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നന്മകൾ, മനുഷ്യരുമായി ബന്ധപ്പെട്ട മറ്റുള്ള മനുഷ്യരുമായിട്ട് ബന്ധപ്പെടുന്ന നന്മകൾ, വ്യക്തിപരമായി ബന്ധപ്പെട്ട നന്മകൾ 34 24 മറ്റുള്ളവരുമായിട്ടും മറ്റു മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്. ഇനി അടുത്തത് മൃഗങ്ങളുമായി ബന്ധപ്പെട്ടത്, അതിന്റെ തിന്മയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന്റെ മറ്റൊരു വശമാണ് നന്മ. അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോയാൽ മതി. അവരുടെ ഭക്ഷണം എപ്പോഴും ശ്രദ്ധിക്കുക. അത് കൃഷിക്കാരൊക്കെ അറിയാതെ, നമ്മൾ എവിടെ പോവുകയാണെങ്കിലും വീട്ടിലും മൃഗങ്ങളെ വളർത്തുകയാണെങ്കിൽ വേറെ ആരെയും ഏൽപ്പിച്ചിട്ട് പോവാ, അതിന് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ കാണിക്കാതെ എവിടേക്കും പോകാൻ പറ്റില്ല. അതിനൊക്കെ വളർത്തുന്ന ആൾക്കാർക്ക് അതിന്റെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള ഇളവും അള്ള തന്നിട്ടില്ല. അത് സൂക്ഷിച്ചിട്ട് തന്നെ പോകാൻ പാടുള്ള നന്മ മറ്റു മൃഗങ്ങളോട് ചെയ്യുന്ന നന്മയാണ്. അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് അള്ള വളരെയധികം കൂലിയും കൊടുക്കാറുണ്ട്. ഭക്ഷണം പക്ഷികൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അവർ വളർത്തുന്നതിന് കൊടുക്കുന്നത് മാത്രമല്ല, ഞാൻ ചില കൃഷിക്കാരെ കണ്ടിട്ടുള്ള വയറ് നിറഞ്ഞ് അവരെ മൃഗങ്ങളെ കണ്ടാലുള്ള അവർക്കൊരു സമാധാനം ഉണ്ടാകും. എന്നിട്ട് വയറൊക്കെ നിറച്ച് വെള്ളമൊക്കെ കൊടുത്തിട്ട് അവർ വരുന്ന കാണുമ്പോൾ തന്നെ ആ വയറ് നിറഞ്ഞ മൃഗത്തെ കണ്ട അവരെ മനസ്സിലൊരു സമാധാനമുണ്ട്. അങ്ങനെ ആയിരിക്കണം നമ്മൾ മൃഗങ്ങളെ വളർത്തുന്നത്. അവരുടെ ശക്തി അനുസരിച്ച് അവരെ കൊണ്ട് ജോലി വാങ്ങുക, അത് കൂടുതൽ വാങ്ങാതിരിക്കുക. നമ്മൾ ജോലിയിൽ ചിലപ്പോൾ എന്തെങ്കിലും അസുഖം എന്തെങ്കിലും ആയിട്ട് ചിലപ്പോൾ ചില മൃഗങ്ങൾ കുറച്ച് സ്ഥലത്തിന് ജോലി വാങ്ങാൻ കഴിയില്ല. അപ്പോഴും അവർക്ക് തീറ്റയും അവർക്ക് വേണ്ട പരിചരണങ്ങളും വേണ്ട എല്ലാ സംഗതികളും അവർക്ക് കൊടുത്തിരിക്കണം. അതിൽ ഏതെല്ലാം പെടുന്നു വെച്ചാൽ ഖുർആനിലൊരു ഭാഗത്ത് വരുന്നു, വല്ലദീന ഫീ അംവാലിഹിം ഹഖ്ഖുൻ മഅലൂമുൽ ലിസ്സാഇലി വൽ മഹ്റൂം. സൂറ ഇസ്ലാം മതജ്ഞാനത്തിൽ ഖലീഫത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം എടുത്ത് പറഞ്ഞിട്ടാണ്. അതായത് നമ്മളുടെ സ്വത്തിൽ ചോദിക്കുന്നവനും ചോദിക്കാൻ കഴിയാത്തവനും അവകാശമുണ്ട്. ഞാൻ ഒരിക്കലും മഴ പെയ്യുമ്പോൾ എൻ്റെ മോള് ചെറിയ വടിയെടുത്തിട്ട് ഈ ചുമരിൻ്റെ അരുവ് കൂടെ വെച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്താ കാണിക്കണമെന്ന് വിചാരിച്ചു ഞാൻ കുറെ ചെറുപ്പത്തിലാണ്. അപ്പൊ ഉറുമ്പ് വെള്ളത്തിൽ കൂടി പോകുമ്പോൾ അതിനെ പെരമ്പക്ക് കയറ്റി വിടുകയാണ്, വെള്ളത്തിൽ പോയിട്ട് ഉറുമ്പ് ചാവും എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് പിന്നെ കുറച്ച് ഞാനെന്താ നോക്കിയിട്ടുള്ളൂ, അപ്പൊ എന്താ ചെയ്യണമെന്ന് ഞാൻ ചോദിച്ചില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ചക്കര പൊടിച്ചിട്ട് ഉറുമ്പിനോണ്ട് കൊടുക്കുന്നുണ്ട്. ചക്കരക്ക് അത് വെള്ളത്തിൽ നിന്ന് കയറിയൊന്നുമില്ല, അതിന് തിന്നാനൊന്നും ഉണ്ടാവില്ല. അത് കുറെ കടന്ന കൈയാണ്, പക്ഷെ എനിക്ക് ഇഷ്ടം തോന്നി. കാരണം ഒരു ഉറുമ്പാണെങ്കിലും വെള്ളത്തിൽ നിന്ന് കഴിച്ചില്ല, അതിനെ തിന്നാൻ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ വേറെ ഉണ്ടാവും. പക്ഷെ കുട്ടിക്കാലത്തുള്ള കളികളാണ് കുട്ടികളുടെ, പക്ഷെ അതൊരു നല്ല ഗുണമാണ്. എനിക്ക് ഉടനെ ഓർമ്മ വന്നത് റസൂലുള്ളാഹി പറഞ്ഞ ഹദീസിൽ ഒരു യഹൂദി മഴ പെയ്യുന്ന സമയത്ത് പ്രാവിന് ധാന്യം ഇട്ട് കൊടുത്തു. അവർ മുസൽമാൻ അള്ളാന്റെ വലിയാണ്. അയാൾ പറഞ്ഞത്, എടോ നീ യഹൂദിയാണ്, നന്മ ചെയ്യുമ്പോൾ മുസ്ലിമായിട്ട് ചെയ്യുന്നതാണ്. അതായത് നീ നന്മ ചെയ്ത് അള്ളാഹ് സ്വീകരിക്കേണ്ടതെന്നാണ്. അടുത്ത വർഷം അയാൾ ഹജ്ജിന് പോകുമ്പോൾ യഹൂദിയിൽ കാബ തവാഫ് ചെയ്യുന്നുണ്ട്. അപ്പൊ ചോദിച്ചു, നീ എങ്ങനെ അവിടെ വന്നു? ഇവിടെ മുസ്ലിങ്ങൾ മാത്രമല്ല. നീ പറഞ്ഞില്ല അന്നത്തെ ധാന്യം പടച്ചവൻ സ്വീകരിക്കില്ലാന്ന്. അത് അള്ളാഹ് സ്വീകരിച്ച് അതിന്റെ ഭാഗ്യമായിട്ട് എനിക്ക് ഇസ്ലാം കിട്ടി. ഇത് ഖലീഫത്ത് മസീഹ് സാലിസ് റഹ്മത്തുള്ളാഹി തആല ഈ ഹദീസ് ഒരിക്കൽ ഒരു പെരുന്നാൾ ഖുത്ബയിൽ എടുത്തുദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചില മൃഗങ്ങൾക്ക് പലരും, ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ പിന്നെ മോളെപ്പോഴും കാണുന്ന സംഗതിയാണ്, കുറെ പക്ഷികൾ അവളിറങ്ങി അവളെ പിന്നാലെ ഇറങ്ങും. നമ്മൾ ചെന്നായിട്ട് പാർക്കുകയും ചെയ്യും. എന്ന് വെച്ചാൽ അതിന് ദിവസം തീറ്റ കൊടുത്തിട്ട് അതിൻ്റെ മനസ്സിലണക്കി വെച്ചിരിക്കുകയാണ്. ചില നായ്ക്കൾ വഴി കൂടി പോകുമ്പോൾ നമ്മളെ കണ്ട ഓടും, ഇവളെ കണ്ട വാലാട്ടും. അതിന് തിന്നാൻ കൊടുത്തിട്ടുണ്ടാവും, നമുക്കറിയില്ല. അത് വീട്ടിൽ കൂടി വെറുതെ ഓടിപ്പോണ നായ്ക്കളായിരിക്കും. അതിന് പിടിച്ചിട്ട് ചപ്പാത്തി ഇത് കൊണ്ടു കൊടുക്കും. എന്നിട്ട് പറയും ഉമ്മ കാണിന്ന് പോയാൽ പൊയ്ക്കൊന്ന് പറയും. നായൊക്കെ മനസ്സിലായ മാതിരി എടുത്തിട്ട് ഓടും ചെയ്യും. അപ്പം നമ്മൾ പിന്നെ മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഒരു നല്ല, എവിടെങ്കിലും ഒരു നായനെ കണ്ടാലും അതിനെന്തെങ്കിലും നമ്മളെ കയ്യിലുണ്ട് ഇട്ട് കൊടുത്താൽ അള്ളാഹ് ഇഷ്ടപ്പെടും. അത് അമിതമായിട്ട് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്, നമ്മളെ കൊണ്ട് കഴിയുന്നത് ഹക്കുണ്ട് അവർക്ക്. അതിന് ഇപ്പം
വീട്ടിലൊരു പിന്നെ വൃക്ഷത്തിൽ പല കായ്കളൊക്കെ ഉണ്ടാവും. അത് ചിലപ്പോൾ നമുക്ക് കിട്ടാത്തായിരിക്കും, മുകളിൽ എവിടെയെങ്കിലും ഉണ്ടാവും. അത് കാക്ക തിന്നോട്ടെ എന്ന് വിചാരിച്ചു. അതിന് എറിഞ്ഞടിച്ചും മറ്റേ അത് പ്രശ്നം ഉണ്ടാക്കി എടുക്കേണ്ട ആവശ്യമില്ല. അത് കാക്കക്ക് വസ്തി അല്ലെങ്കിൽ എന്തെങ്കിലും പക്ഷി വന്ന് തിന്നു പോയിക്കോളും എന്ന് വിചാരിച്ചു. മറ്റൊന്ന്, ഇത് നന്മയായിട്ടാണ് ഖലീഫത്തുൽ മസീഹ് സാനി എടുത്തുദ്ദേശിച്ചിട്ടുള്ള ഹദീസ് വെച്ചുകൊണ്ട്. പിന്നെ ഇതേപോലെ മിണ്ടാൻ വയ്യാത്ത മിണ്ടാപ്രാണികളുണ്ട്, അവർക്ക് തണുപ്പും ചൂടിനുമുള്ള നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക ചെയ്യാം. ഈ തമിഴ്നാട്ടിൽ ദീപാവലിക്ക് ഭയങ്കര പടക്കം പൊട്ടും. പടക്കം കൊണ്ട് ചെവിട് കേൾക്കൂല. അന്നൊരൊറ്റ നായിനും തെരുവ് കാണില്ല. ഈ പടക്കത്തിന്റെ ഒച്ച കേട്ടാൽ പിന്നെ നായിന് നിൽക്കാൻ കഴിയില്ല, അതെവിടെങ്കിലും പോയി ഒളിക്കും. ഒറ്റ നായിന് ദീപാവലി ദിവസം തമിഴ്നാട് തെരുവ് കൂടി കാണില്ല. അല്ലെങ്കിലോ ഒരു ചെറിയൊരു ഗലിയാണെങ്കിലും അവിടെ ഒരു 30 ഉണ്ടാവും ചെയ്യും. അപ്പൊ അന്ന് ഞാനൊരു കടയിൽ കണ്ടത്, അവിടെ ഒരു 5-6 നായി കടന്റെ ഉള്ളിൽ കയറി ഇരിക്കണ്ടേ. ഒരു ഹിന്ദു സഹോദരനാണ്. അപ്പൊ അയാള്, ഞാൻ ചോദിച്ചത് എന്ത് നായിനെക്കുള്ള കയറി, പടക്കം പൊടിച്ചിട്ട് അകത്ത് കയറിയ കടന്നോട്ടെ പാവങ്ങളൊക്കെ. അപ്പൊ അതൊരു നല്ല ഒരു നന്മ. അയാളൊരു നല്ല കച്ചവടക്കാരനാണ്, സത്യസന്ധനായ കച്ചവടക്കാരൻ. അപ്പൊ അയാളുടെ നന്മ ഉണ്ട്. നമുക്ക് നമ്മളിപ്പോ നായി കയറിയിട്ടുണ്ട്, നായി എന്ന് പറഞ്ഞാൽ അടിച്ചാട്ടി വിടുള്ളൂ. എന്നൊന്നും പറഞ്ഞു അവൻ എന്നൊന്നും കിടക്കണില്ലല്ലോ, അവൻ പേടിച്ചിട്ടല്ലേ, കടന്നോട്ടെ 2 ദിവസം കടന്നോട്ടെ അവിടെ. അവൻ ഞാൻ പറഞ്ഞത് എന്തെങ്കിലുമൊക്കെ തിന്നാൻ പോയിട്ട് ഞാൻ കൊടുത്തിട്ട് തിന്നില്ല, പേടിച്ചാരണ്ട് കിടക്കുകയാണെന്ന് പറഞ്ഞു. ഒന്നെടുത്ത് നമ്മൾ പിന്നെയും ക്വസ്റ്റ്യൻ ചെയ്തെങ്കിലും പുറത്തേക്കാക്കാൻ പറ്റുമെന്ന് നോക്കുകയാണ്. പക്ഷെ അതിനോടുള്ള സാധാപാണ് കാണിക്കുന്നത്. വാസ്തവത്തിൽ അതാണ് യഥാർത്ഥ മനസ്സ്. അപ്പൊ നമ്മൾ പിന്നെ മൃഗങ്ങളോട് അങ്ങനെ കാണിക്കുന്ന എന്ത് ഒരു ഉപകാരം ചെയ്യാൻ കാണിക്കുന്ന അത് നല്ല കാര്യമാണ്. അത് അള്ളാഹു ഇഷ്ടപ്പെടുന്നു. നായിന് വെള്ളം കൊടുത്തൊരു സ്വർഗത്ത് പോയ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇനി സാമൂഹിക നന്മകൾ, സമൂഹത്തെ മൊത്തം ബാധിക്കുന്ന നന്മകൾ, അത് ചെയ്യലാണ് മറ്റൊന്ന് അള്ളാഹുവിന്റെ സാമീപ്യം കിട്ടാനുള്ള ഒരു വഴി. മറ്റത് അകന്നു പോകാനുള്ള വഴിയാണ് തിന്മകൾ. നന്മകൾ അള്ളാഹുവിന്റെ അടുത്തേക്ക് പോകാനുള്ള വഴിയാണ്. ഒന്ന് സക്കാത്ത് നൽകുക. ഇതൊക്കെ വളരെ വിശദീകരിച്ച് പറയേണ്ടത്. സക്കാത്തിന് ഒരു ചെറിയൊരു കാര്യം പറയാം. സക്കാത്ത് എന്താണ് നമ്മൾ കൊടുക്കുന്നത് വെച്ചാൽ നമ്മളെ പൈസ നല്ല കൊടുക്കണം. ഇപ്പോൾ ഇവിടെ ഒരു കച്ചവടക്കാരൻ, ഇവിടെ താഴത്തൊരാൾ കച്ചവടം ചെയ്യണം, ഒരു ടൗണിലൊരാൾ കച്ചവടം ചെയ്യണം. ആ കച്ചവടം ചെയ്യുന്ന ആള് അവിടെ കച്ചവടം ചെയ്യുന്നത് അയാളെ സ്വന്തം കഴിവൊട്ടൊന്നുമല്ല. 4 ഭാഗം ആൾക്കാർ താമസിക്കുന്നതുകൊണ്ടാണ് അവിടെ കച്ചവടം ചെയ്യുന്നത്. അപ്പൊ അവർക്കൊരു അവകാശമുണ്ട്. പിന്നെ അവിടെയുള്ള റോഡും അങ്ങോട്ടുള്ള സുരക്ഷിതത്വവും, ആളൊരു ഒറ്റയ്ക്ക് കാട്ടിൽ പോയി കച്ചവടം നടന്ന സാധനം ഉണ്ടാവില്ല. അയാളുടെ കച്ചവടത്തെ സംരക്ഷിക്കുന്നതും കച്ചവടം നടക്കാനും ആ നാട്ടിലുള്ള 4 ഭാഗം താമസിക്കുന്ന എല്ലാവർക്കും പങ്കുണ്ട്. ആ പങ്കാണ് സക്കാത്തായിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഇതേപോലെ നമുക്ക് വരുമാനം, അതിപ്പോൾ കച്ചവടക്കാരൻ അങ്ങനെ ഉണ്ട്, നമുക്ക് വരുമാനം. നമ്മൾ താമസിക്കുന്ന വീട്ടിന്റെ അപ്പുറമൊക്കെ ഫ്ലാറ്റ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് താമസിക്കാനൊന്നും പറ്റില്ല. അവിടെ കുട്ടികളിട്ടിട്ട് രാത്രി നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പൊ അവിടെ അടുത്തുള്ള ആ നാട്ടുകാരെല്ലാവരുടെയും സഹായം ഉള്ളതുകൊണ്ടാണ് നമ്മളവിടെ താമസിക്കുന്നത്. നമ്മളെപ്പോലത്തെ 10-25 ആൾക്കാരെങ്കിലും അവിടെ ഉള്ളതുകൊണ്ടാണ് അവിടെ കരണ്ടും വെള്ളമൊക്കെ വന്നത്, അവിടെ റോഡും വന്നത് അതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ജീവിക്കുന്ന സ്ഥലത്ത് നമ്മളുടെ വരുമാനത്തിനും നമ്മുടെ കാര്യങ്ങൾക്കും നമുക്കൊരു സുരക്ഷിതത്വം മൊത്തത്തിൽ സമൂഹം നൽകുന്ന ഒരു ഭാഗത്തിന്റെ പിന്നെ അതിന്റെ ടാക്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അതിന്റെ കൂലിയാണ് നമ്മൾ സക്കാത്തായിട്ട് കൊടുക്കുന്നത്. അത് കൊടുക്കണില്ലല്ലോ, അത് നമ്മൾ ഹറാമായിട്ട് കയ്യിൽ വെക്കുക. ഹലാല് ഹറാമ് കലർത്തിയാൽ, ഹറാമ് ഹലാലിൽ കലർത്തിയാൽ കുറച്ചാണെങ്കിലും പാലിൽ തൈര് കലർത്തിയ പോലെ അതിന് കേടുവരുത്തും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒരു തുള്ളിയാണെങ്കിലും കേടുവരുമല്ലോ. നല്ല മാലും കൂടി നല്ല സ്വത്തോട് അതിന് നഷ്ടപ്പെട്ടു പോകും സക്കാത്തിന്റെ അത് കയ്യിൽ വെച്ചാൽ. സമൂഹത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചന്ത നൽകൽ, സാമൂഹികമായിട്ടുള്ള ലക്ഷ്യങ്ങൾ വരുമ്പോൾ അവിടെ നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്യുക. ബഹുമാനവാചീകരണം, ഒരാളുടെ അതിഥികളെ സൽക്കരിക്കുക, അത് സാമൂഹിക നന്മയാണ്. അതില് പിന്നെ ഹദരത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബി പറഞ്ഞത്, അതിഥിക്ക് കൊടുക്കുന്ന ഭക്ഷണം അള്ളാഹ് നിങ്ങൾക്ക് അയാൾക്ക് കൊടുക്കാൻ വേണ്ടി തന്നതാണ്, അത് കൊടുക്കാതെ നിങ്ങൾ കഴിച്ചത് ഹറാമാണ്. നമ്മളെ വീട്ടിൽ ഭക്ഷണമുണ്ട്, അതിഥി ഉണ്ട്, അതിഥിക്ക് കൊടുക്കാതെ നമുക്ക് അവൻ പോയിട്ടേക്കോട്ടെ എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അത് പോകാൻ നേരത്തെ ചോറുന്നണം നോക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അതല്ലേ എത്ര നേരം ഇരുന്ന് ചായ ഉണ്ടായി തന്നില്ലല്ലോ എന്ന് പറയും. അപ്പൊ അത് അല്ലെങ്കിൽ വേണം ചായ കുടിക്കണമെന്ന് ചോദിക്കും. വന്നേക്കാൻ എന്താ ചായപ്പൊടി കയറി എന്നപോലെ ചായ കുടിക്കാൻ കയറിച്ചെന്നാ തോന്നുന്നു. അപ്പൊ അത്
ആതിഥേയത്വം എന്നുള്ള അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ഒന്നാണ്. ഹദരത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്ലാമിന്റെ വിജയത്തിന് വേണ്ടി 5 ശാഖകൾ തുറന്നു. ഇസ്ലാമിന്റെ വിജയത്തിന് വേണ്ടി 5 പദ്ധതികളാണ്. അതിലൊന്ന് അതിഥി സൽക്കാരമാണ്. അതിന്റെ പേരിലാണ് ഇന്ന് എല്ലാ ജലസസാധനയും ലോകത്ത് നടക്കുന്നത്, എല്ലാ സെന്ററുകളും പ്രവർത്തിക്കുന്നത്, എല്ലാ മിഷൻ ഹൗസുകളിലും അതിനൊരു വകുപ്പുണ്ട്, എല്ലാ ജമാഅത്തിലും അതിനൊരു സെക്രട്ടറി ഉണ്ട്, എല്ലാ സദറഞ്ജുമനമതിയുടെ എല്ലാ വിഭാഗങ്ങളിലും അതിന് പ്രത്യേകമായിട്ടൊരു വകുപ്പുണ്ട്. മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഫതഹെ ഇസ്ലാം, ഇസ്ലാമിന്റെ വിജയം എന്നാണ് പുസ്തകം എഴുതുമ്പോൾ അതിലൊരു ഭാഗം അതാണ് എടുത്തു വെച്ചത്. അതിന്റെ ബർക്കത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞുള്ളൂ, ഫാലാത്തുൽ മവാഇദ് കാന ഉകിൽ വസിർത്തുൽ യൗമ മതഅമുൽ അഹാലി മിതഅമുൽ അഹാലി. മേശപ്പുറത്തും തീന്മേശയിൽ നിന്ന് ആരെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ താഴെ വീണ് പോയിരുന്ന അല്ലെങ്കിൽ അവശേഷിച്ചിരുന്ന കഷ്ണങ്ങളായിരുന്നു ഒരു കാലത്ത് ഞാൻ ഭക്ഷിച്ചിരുന്നത്. അതായത് കുടുംബത്തിൽ അദ്ദേഹം അങ്ങനെ ഒതുക്കപ്പെട്ട ഒരാളായിരുന്നു. ഇന്ന് ലോകത്തുള്ള വലിയ സന്നാഹങ്ങൾക്ക്, വലിയ സമൂഹങ്ങൾക്ക് ഭക്ഷണം നൽകുന്ന തീന്മേശയായി എൻ്റെ മേശ ലോകത്ത് മുഴുവൻ പരന്നിട്ടുണ്ട്. അപ്പം അതിഥി സൽക്കാരത്തിന്റെ ബർക്കത്താണ് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം നൽകിയ ആതിഥേയത്വത്തിന്റെ ബർക്കത്താണ് ഇന്ന് ലോകത്ത് അഹമ്മദികൾ എവിടെ ചെന്നാലും പട്ടിണി കിടക്കുന്നത്. അവര് ഒരു അഹമ്മദിയല്ലേ വേറൊരു അഹമ്മദിന്റെ അതിഥിയാണ്. അതിന്റെ എല്ലാ സ്വാധീനവും പെട്ടെന്ന് മനസ്സിലാവില്ല. നമ്മളിപ്പോ ചെന്നൈ സിറ്റിയിലൊക്കെ പോയിട്ട് ഒരു സാധാരണ ഒരുത്തം പോകുമ്പോൾ എവിടെ താമസിക്കുക, എന്തൊക്കെ ചെയ്യുക, അഹമ്മദി പോകുമ്പോൾ എന്താ ചോദിക്കുക, എവിടെ പള്ളിയിലൊന്നും നിൽക്കും, അങ്ങനെ കഴിഞ്ഞു. നമ്മൾ എവിടെ പോകുമ്പോൾ അഹമ്മദി എവിടെ നിൽക്കുള്ളൂ, ആൾക്കാരെ എവിടെ കൂടുന്നു, വേറെ നമുക്ക് പ്രശ്നമില്ലല്ലോ. ആ ഒരു സിസ്റ്റം ഈ അതിഥി സൽക്കാരത്തിന്റെ ബർക്കത്താണ്. അതേത് കുടുംബത്തിലുണ്ടോ അവർക്കും ആ ബർക്കത്തുണ്ടായിരിക്കും എന്ന് അനുഭവത്തിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഖിദ്മത്തെ ഖൗമികരണം, സാമൂഹിക സേവനങ്ങൾ, സമൂഹത്തിനു വേണ്ടി സേവനം ചെയ്യാം. അത് വക്കാറാമലാണെങ്കിലും മറ്റുള്ള സമൂഹത്തിന് വേണ്ടി, ഇപ്പം ഒരു സ്ഥലത്ത് എല്ലാവരും ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് നമ്മൾ അവർക്ക് വേണ്ടി ഒരു ഭക്ഷണത്തിന്റെ ഏർപ്പാടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സൗകര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ സമൂഹത്തിൽ കൂടെ നിന്നിട്ട് സേവനം ചെയ്യുക. അത് നന്മയാണ്, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു സംഗതിയാണ്. ഇതാത്തെ ഹുക്കാം, ഭരണാധികാരികളെ അനുസരിക്കുക. അല്ലാതെ അവരെ വെട്ടിക്കലല്ല, ക്യാമറ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് പതുക്കാക്കാം എന്നല്ല. നമ്മൾ അനുസരണം, അത് നമ്മുടെ നന്മയാണ്, പടച്ചവനെ ഇഷ്ടപ്പെടുന്ന സംഗതിയാണ്. ഹിഫാദത്തെ മുലക്കർണ, നാടിന്റെ സുരക്ഷിതത്വം, അതിനെതിരായിട്ട് എന്ത് കണ്ടാലും നമ്മൾ അതിനെ വേണ്ട സ്ഥലത്ത് എത്തിക്കുക. അത് കഴിവിന്റെ പരമാവധി. അതിപ്പോൾ ഒരു പട്ടാളത്തിനൊരു ആവശ്യം വന്ന ഒരു മുസൽമാന്റെ കടമയാണ്. സമൂഹത്തിന് പട്ടാളത്തിൽ എല്ലാവരും കയറണം എന്ന് പറഞ്ഞാൽ ഉടനെ ഫസ്റ്റ് പോകേണ്ടത് നമ്മളാണ്. ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു ഒരു ബറ്റാലിയൻ ഫോഴ്സിന്റെ ഉണ്ടാക്കിക്കൊണ്ട്, ഫുർഖാൻ ഫോഴ്സ് പറഞ്ഞ ഒരു ഫോഴ്സ് രൂപീകരിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ പട്ടാളത്തിന്, ജമാഅത്തിന്റെ ഒരു പട്ടാളം, ഒരു ബറ്റാലിയൻ സ്വന്തം ചെലവിൽ ഉണ്ടാക്കിയിട്ട് ഗവൺമെന്റ് നൽകിയത്. അതിൽ ഖലീഫത്തുൽ മസീഹ് സാലിസും ഖലീഫത്തുൽ മസീഹ് റാബിയും അംഗങ്ങളായിരുന്നു. അത് മരിക്കാൻ വേണ്ടി വിടുന്നിടത്ത് ഞാൻ എൻ്റെ മക്കളെയും വിട്ടിട്ടുണ്ട് 2 ആളെ എന്ന് മാതൃകയായി വെച്ചുകൊണ്ടാണ് പറഞ്ഞത്. ഖലീഫത്തുൽ മസീഹ് റാബിന് വയറ്റുനോക്ക് കുടിച്ചു, ഭയങ്കരമായിട്ട് പ്രശ്നം വന്ന് രോഗമായിട്ട് അവിടെ നിന്ന് തിരിച്ചു വരാൻ വേണ്ടി അനുവാദം ചോദിച്ചു സാനികൾ. അവിടെ മരിച്ചോളാൻ പറഞ്ഞു, തിരിച്ചു വരരുതാണ്, യുദ്ധമുഖത്ത് നിന്ന് തിരിച്ചു വരാൻ പാടില്ല, അവിടെ തന്നെ മരിച്ചോളാൻ പറഞ്ഞു റാബിനോട്. അപ്പൊ അങ്ങനെയാണ് സമൂഹത്തിന്റെ ഒരു ആവശ്യം വരുമ്പോൾ. നമ്മളെ കേരളത്തിൽ ഒരാൾ ഫുർഖാൻ ഫോഴ്സിലുണ്ടായിരുന്നു, നമ്മുടെ ജനാബ് അബ്ദുറഹീം സാഹിബ്, വലിയ മനുഷ്യന്റെ മൂത്ത മകൻ. അപ്പൊ സമൂഹത്തിന്റെ ആവശ്യം വരുമ്പോൾ നമ്മൾ മക്കളെ കൊടുക്കേണ്ടി വന്നാൽ കൊടുക്കണം. ഈ വഖഫിനൊക്കെ അങ്ങനെയാണ് നമ്മൾ കൊടുത്തത്. കുട്ടികളെ കൊടുത്തിരിക്കുന്നത് സമൂഹത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയാണ്. മക്കളെ മാത്രമല്ല ബാക്കിയതാണ്. മൽഖാനയിൽ ഒരിക്കൽ ദീനിന് ആളുകൾ വേണമെന്നുള്ള സന്ദേശവുമായിട്ട് യുപിയിലെ മൽഖാന എന്നുള്ള ഏരിയയിൽ ഖലീഫത്തുൽ മസീഹ് സാനിന്റെ ഒരു ദൂതനെത്തി. അപ്പൊ എല്ലാവരും പറഞ്ഞപ്പോൾ എല്ലാവരും ആരും കൊടുത്തില്ല. അപ്പൊ ഖലീഫത്തുൽ മസീഹ് സാനി ഫുർഖാൻ ഫോഴ്സിന്റെ അവസ്ഥ വന്നപ്പോൾ തന്നെ അപ്പോഴേ ഒരു പെണ്ണെണീറ്റുണ്ട്. എന്നിട്ട് പർദ്ദന്റെ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, ആദ്യം നാളെ ചെന്നിരിക്കുകയാണ്. അപ്പൊ പറഞ്ഞത് കാലത്തിന്റെ ഖലീഫ കുട്ടികളെ വഖഫ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അതിന് ഉത്തരം പറയാൻ ആരുമില്ല ഇവിടെ. എനിക്കൊരു മകനുള്ളൂ, ആകെ ഒരു മകനുള്ളൂ, അതിനെ ഞാൻ വിട്ടുകൊടുക്കുന്നതാണ്. അപ്പൊ ഖലീഫത്തുൽ മസീഹ് സാനിനെ ഇത് അറിയിച്ചപ്പോഴേ സാനി റളിയല്ലാഹു തആല പറയാണ്, അതിന് അയക്കുമ്പോഴേ ആ ഉമ്മ പറഞ്ഞത് കത്തെഴുതി കൊടുത്തു, എൻ്റെ മകൻ ഷഹീദാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിട്ടുതരുന്നത്. ഈ മാർഗത്തിൽ
മരിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു. എൻ്റെ ഖലീഫ ഏത് യുദ്ധമുഖത്തേക്കും അയക്കാം. അപ്പോൾ ഖുത്ബയിൽ സാനിഉല്ലാഹ് തന്നെ പറഞ്ഞു, അള്ളാഹുവേ, ആ കുട്ടിക്ക് ഷഹാദത്ത് നീ വിധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പകരമായി എൻ്റെ മകനെ നീ എടുക്കുകയും അതിൻ്റെ കൂലി ആ ഉമ്മക്ക് കൊടുക്കുകയും ചെയ്യണം. അതിന് ഖലീഫ കൊടുത്ത അതിൻ്റെ വില അതായത്. അപ്പോൾ സമൂഹത്തിൻ്റെ ആവശ്യം വരുമ്പോൾ മക്കളാണെങ്കിലും സ്വത്താണെങ്കിലും സ്വന്തം തടിയാണെങ്കിലും നമ്മൾ അത് നൽകൽ ഒരു നന്മയാണ്, എന്നെന്നും ജീവിക്കാനുള്ള ഒരു മാർഗവുമാണ്. സിമ്മദാരി കയസാസ് എപ്പോഴും നമ്മുടെ ഉത്തരവാദിത്വം, സാമൂഹികമായിട്ട് എന്ത് ഉത്തരവാദിത്വം ഉണ്ടെങ്കിലും അതിനെക്കുറിച്ചൊരു ചിന്ത, ഒരു തല ചുറ്റുന്ന ഒരവസ്ഥ എപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കണം. ഉറക്കം വരാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ അതുകൊണ്ടായിരിക്കണം. ഗലത്തി പെർ ഖുഷി സെ സദാ ഭുഗത്ന, നമ്മുടെ കാര്യം എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചു പോയാൽ സാമൂഹികമായിട്ട് നമുക്കൊരു ശിക്ഷ തന്നാൽ അത് അനുഭവിക്കാം സന്തോഷത്തോടെ. അല്ല, അപ്പം ജമാഅത്തിനൊരാളെ പുറത്താക്കിയ പിന്നെ പിറ്റേന്ന് മുജദ്ദിദ് എവിടെയും തരലല്ല. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല, ചില ആൾക്കാർ അങ്ങനെ. അതായത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, നമ്മൾ മുജദ്ദിദിന്റെ കൊടി പിടിച്ച് നടക്കുന്ന കക്ഷി പ്രിയംവദ അബ്ദുറഹ്മാൻ സാഹിബിന് ഒരു കത്ത് എഴുതിക്കാണ്. ഞാൻ നടന്നു പോകുമ്പോഴാണ് അദ്ദേഹത്തിന് പ്രിയംവദ പ്രസ് ഉണ്ട് എറണാകുളത്ത്, പഴയ റോട്ടിൽ ഒരു ചെറിയൊരു കട, ഒരു പ്രസ് ഉണ്ട്. ആ പ്രസ്സിൽ ഞാൻ എറണാകുളത്തൂടെ പോകുമ്പോൾ അബ്ദുറഹ്മാൻ സാഹിബിനെ കണ്ടിട്ടേ പോകുള്ളൂ. എന്തോന്ന് എനിക്ക് അങ്ങനെ ആഗ്രഹമാണ്. അവിടെ നിന്ന് ഇറങ്ങി കാണും, സുദ്ദീഖ് ഒന്ന് കാണും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ കക്ഷി ഒരു കത്തയച്ചേക്കാൻ, അപ്പോൾ മത്സരം എനിക്കൊരു കത്ത് വന്നിരിക്കണം. അപ്പോൾ അന്ന് സെൻട്രൽ കമ്മിറ്റിയിൽ എന്തോ ഒരു ചെറിയ കാരണം, കാരണം അബ്ദുറഹ്മാൻ സാഹിബിനോട് ആരോ ഒന്ന് ഒരടുപ്പം കാണിക്കായിരുന്നു എന്ന് ഈ കക്ഷി അറിയാം. അപ്പോൾ ഈ സമയത്ത് അയാളെ പിടിച്ചു വലിക്കാൻ കിട്ടുമെന്ന് വെക്കാണ്. നിങ്ങളോട് അനീതി കാണിച്ചതും നിങ്ങളെ സ്ഥാനമാനങ്ങളൊക്കെ പാലിക്കുന്നില്ല എന്നുള്ളതൊക്കെ ഞാൻ അറിഞ്ഞു, അതിൽ ഖേദമുണ്ട്, എൻ്റെ കത്താണ്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താ മറുപടി എടുത്തതാണ്? എനിക്ക് പ്രശ്നം ഉണ്ടാകുമ്പോൾ എൻ്റെ അടുത്തേക്ക് വരുന്ന ആൾ ശൈത്താനാണെന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ശൈത്താനെ നേരിൽ കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും കത്ത് മൂലം ബന്ധപ്പെട്ടതിൽ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞ് മറുപടി കൊടുത്തത്. അപ്പോൾ നമ്മളടുത്ത് ഒരു ശിക്ഷ ജമാഅത്തിന് വരുമ്പോൾ, ഒരു നടപടി വരുമ്പോൾ നമ്മളടുത്തേക്ക് അടുത്തേക്ക് വരുന്ന ആള് ശൈത്താൻ. ഞാൻ പറഞ്ഞത് ഇങ്ങനെ നിങ്ങൾ പറഞ്ഞു വെച്ച്, അല്ല എനിക്കങ്ങനെ തോന്നിയെന്നാണ്. കഴിഞ്ഞ ആഴ്ച ഖുത്ബയിൽ ഹുസൂർ അതാണ് പറഞ്ഞത്. അന്ന് ഖുത്ബ അങ്ങനെ തർജ്ജമ പണി ഇല്ല. ഖുത്ബ വന്നാൽ എൻ്റെ അടുത്താണ് ഫസ്റ്റ് വരിക. ഇന്ത്യയിൽ കാസറ്റ് എല്ലാവർക്കും അയച്ചു കൊടുക്കാൻ വേണ്ടി കരുനാപ്പള്ളിക്കാണ് ലണ്ടനിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഞാൻ കേട്ടിട്ടുള്ളൂ, ഞാൻ തർജ്ജമ ചെയ്ത് കഴിഞ്ഞിട്ടില്ല, വേറെ ആർക്കും ഇത് കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങളിങ്ങനെ പറഞ്ഞു വെച്ചോ, കഴിഞ്ഞ ആഴ്ച ഹുസൂർ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കയ്യുന്നിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാ എനിക്ക് സമാധാനമായി. കാരണം അത് എഴുതിയിട്ട് അയാൾ മനസ്സ് വേദനിക്കുമെന്ന് വിചാരിച്ച് ഇനി അയാൾ മനസ്സ് പുണ്ണായാലും എനിക്കൊരു ചുക്കില്ല എന്നാണ്. അപ്പോൾ നമ്മൾ ജമാഅത്തായിട്ടൊരു നടപടി വരുമ്പോൾ, അതല്ലെങ്കിൽ സാമൂഹികമായിട്ടൊരു നടപടി വരുമ്പോൾ സന്തോഷത്തോടുകൂടി എൻ്റെ സമൂഹത്തിൽ ഞാനത് അനുഭവിച്ച് എൻ്റെ സമൂഹത്തിനെ സംരക്ഷിക്കാൻ ഞാനത് ചെയ്യേണ്ടതാണ് എന്ന അവബോധത്തോടുകൂടി അത് സ്വീകരിക്കേണ്ടതാണ്. ഇഷാഹത്തെ ഹസന, അതായത് ലോകരുടെ നന്മകളെ പറഞ്ഞു വരട്ടെ, ഒരു നന്മയാണ്. ഞങ്ങൾ നന്മ ചെയ്യുന്ന ആളുകളെ എടുത്തു പറയും, അയാൾ നന്മ തന്നെ ചെയ്യുന്നുണ്ട്. അത് വിചാരിച്ചിട്ട് ഒരുത്തന്നെ വെറുതെ ചൊട്ടമ കയറ്റാനല്ല. നന്മ ഉള്ള നന്മകളെ എടുത്തു പറഞ്ഞ് മറ്റുള്ളവരെ നന്മയിൽ പ്രചോദിതമാക്കുക, തിന്മകളെ പറയാതിരിക്കുക. എൻ്റെ ഇടയിൽ ഞാൻ അതോടെ ഓർക്കുകയാണ്. ദുഷ്മനാനെ കോംസെ ഇസ്തിനാവ് കർണ, സമൂഹത്തിന്റെ ശത്രുക്കളുമായിട്ട് ബന്ധം വെക്കാതിരിക്കുക. ജമാഅത്തിന്റെ വലിയ ശത്രുവാണ്, എന്നാൽ നമുക്ക് തോളിലിടാനുള്ള ആളാണെന്ന് പറഞ്ഞാൽ അതിൽ അർത്ഥമൊന്നുമില്ല, അത് തെറ്റാണ്. ഇസ്ലാമിനെതിരായിട്ട് വർത്തമാനം പറയണം, അത് സാരല്ല, അയാളുടെ വേറെ സ്വഭാവമാണ്, സാരല്ല. ചില ആൾക്കാർ പറയണ്ടേ, രൂക്ഷമായി വിമർശിക്കുന്നുള്ളൂ, ആളൊക്കെ നല്ല ആളാണ്. മോനെ വാപ്പ വീണപ്പോൾ ചോദിച്ചു, വാപ്പ എന്താ തരീന്ന് വെച്ച്, വാപ്പക്ക് എന്തെങ്കിലും പറ്റിയെന്ന് വെച്ച്, തെങ്ങ് വന്ന് വീണാന്ന് പറഞ്ഞു. ഇല്ല, ഒന്നും പറ്റിയില്ല. പിന്നെന്താ ഈ തേരേന്ന് വെച്ചു, തല തെരഞ്ഞു വെക്കാനാണ്. തല കാണല്ല, ഒന്നും പറ്റിയിട്ടില്ല. അപ്പൊ രൂക്ഷമായി വിമർശിക്കുന്ന ആളാണ്, പിന്നെ അതെങ്ങനെ നന്നാല്. അപ്പോൾ അത്തരത്തിൽ സമൂഹത്തിനെ എതിർക്കുന്ന ആളുകൾ, ജമാഅത്തിന് മൊത്തത്തിൽ അധിക്ഷേപിക്കുന്ന ആളുകളും ശത്രുക്കളാണ്. അവരുമായിട്ട് നമ്മൾ ബന്ധം പുലർത്തുക, അവരെ നന്നാക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയും ചെയ്യും. ഖൗമി ഇസ്സത്ത് കി ഹിഫാസത്ത് കർണ, അതായത് സമൂഹത്തിന്റെ അന്തസ്സിനെ കാത്തു സൂക്ഷിക്കുക. ഇപ്പോൾ ജമാഅത്ത് അവിടെയൊക്കെ നശിച്ചു വയ്ക്കുന്നു, ഇവിടെയൊക്കെ പൊളിഞ്ഞു വയ്ക്കുന്നെന്ന് പുറത്തുനിന്ന് ഒരാൾ പറയുമ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്, എല്ലാവരും എന്താ ചെയ്യണമെന്ന്. അങ്ങനെയല്ല, അതിന് ശക്തമായിട്ട് അതിൻ്റെ കാര്യകാരണങ്ങളെ നിരത്തിക്കൊണ്ട് അതൊരു പ്രത്യേക ഇൻസിഡന്റ് ആണെങ്കിൽ അതിനുള്ള കാരണങ്ങൾ എന്നാണ്. ആ അഭിമാനത്തെ നമ്മൾ സംരക്ഷിക്കണം. അതേപോലെ തന്നെ ഒരിടത്ത് നമ്മൾ ഇരിക്കുമ്പോൾ അഹമ്മദികൾ ഇങ്ങനെ പോക്കാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, അവിടെ നീച്ചു പോലും ചെയ്യണം.
സാറല്ല അത് സാമുദികളെല്ലാവരും പറയുവാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ എന്താ പറ്റുന്നതെന്ന് തോന്നാൻ പാടില്ല. അത് തെറ്റാണ്. അതിനെ തെർദീദ് ചെയ്യണം, അതിനെ എതിർക്കണം, അല്ലെങ്കിൽ അവിടെ നിന്ന് എണീറ്റ് പൊയ്ക്കൊള്ളണം. ചിലർക്ക് ചോദ്യമൊക്കെ വരുന്നുണ്ടാവും, ചിലപ്പോൾ കാത്തിനെ കുറിച്ചിട്ട് ഓഫീസിൽ എന്തെങ്കിലും ചർച്ച ചെയ്യുമ്പോൾ അവിടെ നിന്ന് നീച്ചു പോകാനും പറ്റില്ല, അടങ്ങാറാവില്ലെന്നൊക്കെ. ഒക്കെ എന്താ പിന്നെ ഒറ്റയ്ക്ക് ചോദിക്കാം. അപ്പം ഞാൻ പറയാം കാര്യങ്ങൾ അവരുടെ സാഹചര്യങ്ങളനുസരിച്ചുണ്ട്. പിന്നെ കച്ചവടത്തിൽ വിശ്വസ്തത പുലർത്തുക, അത് സാമൂഹിക നന്മയാണ്, അല്ലെങ്കിൽ അവിടെ കച്ചവടം നടക്കില്ല. അധ്യാപനം, മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക, അത് സാമൂഹിക നന്മയാണ്, ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു നന്മ കൂടിയാണ്. ഇപ്പം ട്യൂഷൻ എടുക്കാൻ കഴിയുന്ന ആൾ ട്യൂഷൻ എടുക്കുക. എനിക്ക് ഓർമ്മയുണ്ട്, ജമാത്തിൽ പിന്നെ കോയമ്പത്തൂർ ജമാത്തിൽ ഒരാളുണ്ടായിരുന്നു. 2000 റുപ്യാണ് അയാളുടെ ശമ്പളം, അയാളുടെ വരുമാനം. അവിടെ ഞാൻ പറഞ്ഞ് MSc സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ച ആളാണ്. ഞാൻ പറഞ്ഞ കക്ഷിനോട് നീ ജമാത്തിലുള്ള കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തു. ഞാൻ അയാളൊരു ടീച്ചറെ കാണുന്നുണ്ടായിരുന്നു. ഞാൻ 1-2 കാര്യങ്ങൾ അവിടെ ചോദിച്ചപ്പോൾ വളരെ കണിഷ്ഠമായിട്ട് എനിക്ക് പറഞ്ഞു തന്നപ്പോൾ ഞാൻ വിചാരിച്ചു നല്ലൊരു ടീച്ചറാണ്. അതിനെ കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞു നീ ജമാത്തിലെ കുട്ടികൾക്ക് ട്യൂഷൻ പഠിപ്പിച്ചു കൊടുത്തത് കണക്കറിയാത്തതാണ്, കൊടുക്കാൻ പറഞ്ഞു. അത് തുടങ്ങി. ഇന്ന് അദ്ദേഹം 40,000 റുപ്യ മാസത്തിൽ ട്യൂഷൻ ഫീസ് മാത്രം വാങ്ങുന്നു. പ്ലസ് ടുവിന് മാത്രമുള്ള ട്യൂഷൻ എടുക്കുന്നത്. മറ്റേ ജോലി ഒഴിവാക്കുകയും ചെയ്തു. ഒരു വാച്ച് കച്ചവടം വരുന്നത് ഒഴിവാക്കുകയും ചെയ്തു. മൂസിയാണ്, ജമാഅത്തിന്റെ ഇസ്ലാം സെക്രട്ടറിയാണ്, നല്ല ഭക്തനായ ഒരു അഹമ്മദിയാണ്. അപ്പം നമ്മൾ സമൂഹത്തിന് താലീമ് കൊടുക്കുമ്പോൾ ആ മറുഭാഗത്ത് നമ്മുടെ താലീമും വർദ്ധിച്ചു വരും. അത് മാത്രമല്ല നമുക്ക് അള്ളാഹുവിന്റെ ബർക്കത്തും ഉണ്ടായിരിക്കും. സമൂഹത്തിന് നമ്മൾക്ക് കഴിയുന്ന കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. തർബിയത്ത്, അതേപോലെ ശിക്ഷണ കാര്യത്തിലും ശ്രദ്ധിക്കുക. സാമൂഹിക ശിക്ഷണ കാര്യങ്ങളിൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക. ആരും ഒരാൾ ഒരു ദോഷ സ്വഭാവം ഉണ്ടെങ്കിൽ അതിനകറ്റാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന പണികളെടുക്കുക. 2 കാര്യം കൂടി പറഞ്ഞ് നിർത്തിക്കുക. സമയം ഒരു ലേശം കൂടിയിട്ടുണ്ട്, ഇത് തീർക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യണം. 5 മിനിറ്റിനുള്ളിൽ തീരും. അള്ളാഹുമായി ബന്ധപ്പെട്ട നന്മകൾ, ഈമാനിൽ എപ്പോഴും പൂർണ്ണനാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹുലുള്ള വളരെ വിശദീകരിച്ച് പറയേണ്ടതാണ്, പക്ഷേ ഒറ്റ വാക്കിൽ പറഞ്ഞു തീർക്കണം. ഈമാൻ, അള്ളാഹുലുള്ള ഈമാനിൽ എപ്പോഴും നമ്മൾ പൂർണ്ണനായിരിക്കണം. അള്ളാഹിനെ കുറിച്ച് സംശയവും അള്ളാഹ് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നുള്ള പ്രശ്നമൊന്നും ഉണ്ടാവാൻ പാടില്ല. അള്ളാഹുവിനോട് എന്നൊരു സ്നേഹമുള്ള ആളാണ്, അള്ളാഹ് ഉള്ളതാണ്, അള്ളാഹിന്റെ കാര്യങ്ങൾ ഇന്നൊക്കെയാണ് എന്നതിൽ പൂർണ്ണനാകാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹുവിനെ സ്നേഹിക്കുക, ഇതൊക്കെ അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ട നന്മകളാണ്. അള്ളാഹുവിനോടൊരു പ്രത്യേക സ്നേഹം, ശരീഅത്തിന്റെയും അതേപോലത്തെ കൽപ്പനകളുടെ പ്രവർത്തികൾ ചെയ്യേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഇബാദത്തുകളുണ്ട്, അത് കൃത്യമായി നിർവഹിക്കാൻ പരമാവധി ശ്രമിക്കുക. അള്ളാഹുവിന്റെ പേരിൽ എപ്പോഴും ഒരു പ്രതീക്ഷ വെക്കുക. അള്ളാഹ് എന്നോട് പുറത്തു തരും, അള്ളാഹു എന്നോട് സ്നേഹം കാണിക്കും, അള്ളാഹ് എന്നെ സഹായിക്കും, അള്ളാഹു എന്നെ കഷ്ടത്തിലാക്കുകയില്ല, അള്ളാഹ് എന്നെ ബുദ്ധിമുട്ടിക്കില്ല എന്നെപ്പോഴും അള്ളാഹിനോട് പ്രതീക്ഷ വെക്കുക. കാരണം അങ്ങനെ പ്രതീക്ഷ വെക്കുന്ന ആളുകളോട് അങ്ങനെ തന്നെയാണ് അള്ളാഹ് പെരുമാറുന്നത്. ഖുദ്സിയായ ഹദീസുണ്ട്. അള്ളാഹുവിനോട് അള്ളാഹ് അങ്ങനെ ചെയ്യില്ല അങ്ങനെ ചെയ്യില്ല എന്ന് വിചാരിക്കുന്ന ആളോട് അള്ളാഹ് അങ്ങനെ തന്നെ ചെയ്യും. കാരണം അവൻ അള്ളാഹിനെ കുറിച്ചൊരു പ്രതീക്ഷയില്ലാത്തവനാണ്, അവൻ അള്ളാഹിനെ മനസ്സിലാക്കുന്നില്ല, അവൻ വിചാരിച്ച അള്ളാഹ് വേറെ ആരാണ്. അതുകൊണ്ട് എപ്പോഴും റബ്ബ് എൻ്റെ കൂടെ ഉണ്ടാവും, അള്ളാഹിനോട് സ്നേഹവും അതോടുകൂടി പ്രതീക്ഷയും അള്ളാഹുവിൽ വെക്കാം. നിങ്ങൾക്ക് ഒരുപാട് ഹദീസുകൾ ഇഷ്ടംപോലെ സംഭവമാണ്. നമ്മൾ മഹഫറത്തിന്റെ മറ്റേ ക്ലാസ്സിലത് അത്തരം കാര്യങ്ങളാണ് പലപ്പോഴും അവരുടെ മഹഫറത്തിന് കാരണമായെന്ന് അത് ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ആൾക്കറിയാം. ഹൗഫ് യാനി ഖുദാ തആല കി അസ്മത് സെ ഹൗഫ് ഖാന, അള്ളാഹുവിന്റെ അന്തസ്സും അവന്റെ വിശുദ്ധിയെയും കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ട് എപ്പോഴും ഭയപ്പാടുണ്ടാകും. അള്ളാഹ് വളരെയധികം വിശുദ്ധനാണ്, എൻ്റെ അവിശുദ്ധത അതിന് പറ്റിയതല്ല, അള്ളാഹ് എന്നെ ശിക്ഷിക്കും എന്നുള്ളൊരു പേടി എപ്പോഴും നമുക്കുണ്ടാവണം. നമ്മൾ വൃത്തികേടുകൾ ചെയ്താൽ അള്ളാഹ് നമ്മളെ ശിക്ഷിക്കും എന്നുള്ള പേടി എപ്പോഴും മനസ്സിലുണ്ടായിരിക്കുക. ഹൃദയത്തിൽ ഒരു ഹൃദയംഗമമായിട്ടുള്ള പരിശുദ്ധത എപ്പോഴും ഇഷ്ടപ്പെടുക, അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹുവിൽ എല്ലാ കാര്യങ്ങളും ഭരമേൽപ്പിക്കുക. അതെങ്ങനെയെന്ന് വെച്ചാൽ നമ്മളൊരു പ്രവൃത്തി ചെയ്യും, പക്ഷെ ഈ പ്രവൃത്തി കൊണ്ടല്ല ജയിക്കുന്നത്, എൻ്റെ റബ്ബിന്റെ ഫضل എൻ്റെ ഒപ്പം ഉണ്ടെങ്കിൽ മാത്രമേ ജയിക്കുള്ളൂ എന്ന് എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുക. നമ്മൾ എന്തൊരു പണിയെടുക്കുമ്പോഴും ഇത് ഞാൻ ചെയ്യുന്നു, നമ്മൾ ക്ലാസ് എടുക്കുന്നു, ഇത് ക്ലാസ് എടുത്തിട്ടും ജനങ്ങളോട് പറഞ്ഞു കൊടുത്തിട്ടും എല്ലാം മനസ്സിലാക്കുന്നു, അള്ളാഹിന്റെ ഫضل ഉണ്ടെങ്കിൽ അവർക്ക് അള്ളാഹുമായിട്ട് അടുക്കാം എന്ന് അള്ളാഹുവിൽ മാത്രം വിശ്വാസം വെക്കുക. നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോൾ ജമാഅത്തിയായ പ്രവൃത്തിയാണെങ്കിലും അല്ലാത്ത പ്രവൃത്തിയാണ്, മക്കളെ പേരിൽ പോലും ഞാൻ പഠിപ്പിക്കുന്നത് അള്ളാഹിന്റെ ഫضل ഉണ്ടെങ്കിൽ എൻ്റെ കുട്ടികൾ നന്നാവും, എനിക്ക് പറഞ്ഞു കൊടുക്കാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് അള്ളാഹിന്റെ ഫضل ഉണ്ടെങ്കിൽ അവർ നന്നാവും. അതാ ഞാൻ വടി വെച്ചിട്ട് എല്ലാം ശരിയാക്കുന്നല്ല, അള്ളാഹുൽ തവക്കുൽ ചെയ്യുക എല്ലാ കാര്യങ്ങളും. അഖ്ലാഖി ഹസന से जो खुदा ताला से ताल्लुक रखते हैं उनका ख्याल रखना,
അത് ഉത്കൃഷ്ട ഭാവങ്ങളുണ്ട്, സൽസ്വഭാവങ്ങളുണ്ട്, അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ടത്. ഉദാഹരണത്തിന് കരാറ് പാലിക്കുക എന്നുള്ളതായിപ്പെട്ട അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഗതിയാണ്. അത്തരത്തിലുള്ള ഉത്കൃഷ്ട ഭാവങ്ങളെ കുറിച്ച് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു. അതിനെപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അത് അള്ളാഹുമായിട്ടുള്ള നന്മയാണ്, അള്ളാഹുവിനെ കിട്ടാനുള്ള നന്മകളാണ്. എല്ലാ അഖായിദ് ബാത്തിലായിട്ടുള്ള എല്ലാ അഖീദകളെയും, അതായത് വ്യർത്ഥമായിട്ടുള്ള എല്ലാ വിശ്വാസങ്ങളെയും നമ്മുടെ മുമ്പിൽ വരുമ്പോൾ എതിർക്കാൻ, അതിനെ റദ്ദാക്കുക. അത് ഇല്ലാത്താണെങ്കിൽ ഇല്ലാത്താന്ന് പറയാം. അത് വിചാരിച്ച് തല്ലുണ്ടാക്കണം എന്നല്ലേ പറയാം. നമ്മൾ സ്വന്തം അതിനെ ഏതായാലും എടുക്കാൻ പാടില്ല. അപ്പോൾ ഒരാൾ പറയണേ എന്തോ ഒരു പ്രേതം എന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിലും ഇവിടെ എന്തോ ഒന്നുള്ള മാതിരി ഉണ്ട് എന്ന് പറഞ്ഞാൽ പോടാവണമെന്ന് പറയാം. ഉണ്ടെങ്കിൽ എൻ്റെ മേത്ത് കയക്കെന്ന് പറയാം. അതേപോലെ അങ്ങനെ ഒരു ദുശകനം അങ്ങനെയൊന്നും ഇല്ലെങ്കിലും ചിലപ്പോൾ അവനെ കണ്ടാൽ ശരിയാവില്ല. അറബിക്കഥകളിൽ വരുന്ന രാജാവ് ഒരു അടിമയെ രാവിലെ കണ്ടു കഴിഞ്ഞപ്പോഴേ തല മുട്ടിയാണ്. മേപ്പിട്ട് നോക്കുമ്പോൾ തല ജനലിമ മുട്ടിയാണ്. അവനെ വിളിച്ച് കൊല്ലാൻ പറഞ്ഞു. എന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോൾ നിന്നെ രാവിലെ ഫസ്റ്റ് കെണിയേണ്ടത് നിന്നെയാണ്, അതുകൊണ്ട് നിന്റെ തല മുട്ടി, അതുകൊണ്ട് എന്നെ കൊല്ലാണ്. നല്ല കാര്യം, നിങ്ങൾ കൊന്നോളി, നിങ്ങൾക്ക് കൊല്ലാൻ പറ്റും. പക്ഷേ എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങളായിരുന്നു ആദ്യം കൊല്ലുക. കാരണം നിങ്ങളെയാണ് ഞാൻ കണിയേണ്ടത്, എൻ്റെ തലയാണ് ഇപ്പോൾ പോണതെന്നാണ്. നിങ്ങളെ തല മുട്ടിയിട്ടല്ലോ. അപ്പോൾ ഈ അങ്ങനെയുള്ള അന്ധവിശ്വാസം, പാമ്പിന് മുട്ട കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇത് ചെറുപ്പം മുതലേ വീട്ടിലില്ലെങ്കിൽ വരില്ല. നമ്മളവിടെയൊക്കെ സാധാരണ കാണുന്ന സംഗതിയാണ്. അന്ധവിശ്വാസങ്ങളെ റദ്ദ് ചെയ്യുക, അതിനെ തിരസ്കരിക്കുക. അള്ളാഹുവിനെ കുറിച്ച് ആരെങ്കിലും വേണ്ടാത്ത വർത്താനം പറഞ്ഞാൽ ഉടനെ തന്നെ അതിനെ എതിർക്കുക. ഉദാഹരണമായിട്ട് ഒരാൾ പറയാണ്, ഞാൻ ഒന്നും ചെയ്തില്ല, അള്ളാഹ് എന്നെ എങ്ങനെ അടങ്ങാറാക്കണേ, ഞാനൊരു പാവം ചെയ്തിട്ടില്ല, അള്ളാഹ് എന്നെ എങ്ങനെ അടങ്ങാറാക്കാണ്. അത് പറയാൻ പാടില്ല. അത് അള്ളാഹിനോടുള്ള അദബ് കേടാണ്. ഒന്നും ചെയ്യാതെ അള്ളാഹ് അടങ്ങാറാക്കിയിട്ടില്ല എന്നേ വരെ ആരെ. അത് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അടങ്ങാറാക്കാനല്ല നിൽക്കുന്നത്. അപ്പോൾ ഒരു കുട്ടി പറയണം അള്ളാഹ് എന്നെ അടങ്ങാറാക്കാൻ, കാരണം ഞാൻ ഒന്നും അള്ളാഹ് ചെയ്തിട്ടില്ല, ഒരു കുറ്റം ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇത്ര വലിയ പരീക്ഷ, ഇത്ര വലിയ കോഴ്സ് എനിക്ക് തന്നിട്ട് എന്നെ അടങ്ങാറാക്കണം എന്ന് പറഞ്ഞ കുട്ടി കാര്യമാണെങ്കിൽ എടോ അടങ്ങാറായ നാളെ ജയിച്ചാൽ എനിക്ക് അതിന് സ്ഥാനം കിട്ടും. അത് അടങ്ങാറാണ്, അത് അടങ്ങാറ് ആവശ്യമാണ്. ഒരു തള്ള പറയണം ഈ കുട്ടിക്ക് പാൽ കൊടുക്കൽ നേരം വെളുക്കുമ്പോൾ അതിനെ കടന്നുറങ്ങാൻ നിൽക്കാതെ ഈ അള്ളാഹ് എന്നെ അടങ്ങാറാക്കി ഞാൻ എന്ത് പാകം ചെയ്തു വെച്ചാൽ അത് തള്ള ഇഷ്ടപ്പെടുന്നതാണ്. കുട്ടിക്ക് അത് അങ്ങനെയുള്ള അടങ്ങാറുകളെല്ലാം പറയുന്നത്. സാധാരണഗതിയിൽ ഒരുത്തന് പടച്ചോ ഇങ്ങനെ കുഴപ്പമുണ്ടാക്കി, പടച്ചോനാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത്. ഒരിക്കൽ സുനാമിയുടെ സമയത്ത് നമ്മൾ റിലീഫ് പ്രവർത്തനത്തിന് പോകുമ്പോൾ ഒരു 60 കുട്ടികളുടെ മയ്യത്തുകൾ ഒന്നിച്ച് കൂട്ടിവെച്ച്. അപ്പോൾ ഒരു ക്രിസ്ത്യൻ കന്യാസ്ത്രീ പറഞ്ഞു, പടച്ചോൻ വളരെ ക്രൂരലാണ്, വളരെ വല്ലാത്ത ക്രൂരനാണ് ദൈവം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്തേ തോന്നിയെന്നറിയില്ല. ഞാൻ അങ്ങനെ മുതിർന്ന് ഞാൻ തട്ടിയിട്ട് പറഞ്ഞു, എന്താ പറഞ്ഞു. അപ്പം എന്നെ നോക്കി, ഞാൻ പറഞ്ഞു അള്ളാഹ് ഒരിക്കലും ക്രൂവലല്ല. ഇന്ന് കുട്ടികൾ മരിച്ചപ്പോൾ നമുക്ക് അതിൻ്റെ രക്ഷിതാക്കൾക്ക് ദുഃഖം. കുട്ടികൾ ഇനി ഒരു 100 വയസ്സായിട്ടാണ് മരിക്കണമെങ്കിൽ അതിൻ്റെ കുട്ടികൾക്കായിരിക്കും ദുഃഖം. മരിക്കുന്നോണ്ട് ആരാലും ഏതൊരാൾക്ക് ദുഃഖം ഉണ്ടാവും, അതിന് കുഴപ്പമൊന്നുമില്ല. ജീവിതം എന്നുള്ളത് ഇവിടെയുള്ള കാലം എത്രയാണ്, അതെന്തിനാണ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ അവിടെ പ്രശ്നമൊന്നുമില്ല. അത് ക്രിസ്ത്യാനിറ്റിയുടെ തത്വം അനുസരിച്ച് പൗലോസ് പറഞ്ഞാണ്, ഈ ലോകം ഒരു ടെന്റാണ്, അത് തൽക്കാലം കല്യാണത്തിന് കൂടിയതാണ്, ഇത് കഴിഞ്ഞാൽ അവിടുന്ന് പോകണം. പൗലോസ് പറഞ്ഞാണ്. അത് ഞാൻ പറഞ്ഞിട്ടാണ് പൗലോസ് പറഞ്ഞതാണോ ശരി, നിങ്ങൾ പറഞ്ഞാണോ ശരി എന്ന് വെച്ച്. കല്യാണം എളുപ്പം കഴിഞ്ഞ്, മറ്റു കുറച്ച് താമസിച്ച് കഴിയും, ഇത്രയേ ഉള്ളൂ, കുറച്ചുകൂടി ആഘോഷമുണ്ട്. അവസാനം എന്നോട് പറഞ്ഞു, ഇപ്പം നിങ്ങളയച്ച യേശു നിങ്ങളിലാണ് പ്രത്യക്ഷപ്പെട്ട്, അതിന് വല്ലാത്ത സന്തോഷം, ഇങ്ങനത്തെ ഒരു സമയത്ത് എന്നെ രക്ഷിച്ചതിന് നന്ദി എന്ന് പറഞ്ഞു. ആകാശം പറഞ്ഞാൽ എനിക്ക് സംസാരിക്കാൻ നേരമല്ല, നമ്മൾ പണിയെടുക്കുകയാണല്ലോ, മയ്യത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് പിന്നെ നീങ്ങി. ഞാൻ പറയുന്നത് അള്ളാഹിനെ കുറിച്ചിട്ട് ഒരു ഇത് പറയുമ്പോൾ ഉടനെ അതെന്ത് തന്നെ അവസ്ഥയാണെങ്കിലും അത് റദ്ദ് ചെയ്തിട്ട് പിന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. അത് അള്ളാഹിനോടുള്ള സ്നേഹം നമ്മൾ അവിടെ കാണിക്കണം. അപ്പം നമ്മൾ വാപ്പാനെ കുറിച്ച് പറഞ്ഞാൽ നമ്മൾ ഉടനെ കെട്ടിക്കയറി പറയുള്ളൂ. പിന്നെ അള്ളാഹിനെ കുറിച്ച് പറയുമ്പോൾ പറയാതിരിക്കാൻ നമുക്ക് സാധിക്കരുത്. തബ്ലീഗ് ഹക്കിനെ കുറിച്ചുള്ള പ്രചാരണം, സത്യത്തെ എപ്പോഴും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. അതേപോലെ ഷാഇറുള്ളാഹ് അദം, അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കുക. അത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് അടുത്താണ് തുടക്കം, അതിന് തുടങ്ങാം. കാരണം കുറച്ച് നന്നായി പറഞ്ഞെങ്കിൽ മനസ്സിലാവുള്ളൂ. പറഞ്ഞു വന്നത് നന്മകൾ അവസാനിച്ചു, നന്മകൾ അവസാനിച്ചെന്നല്ല, നന്മയുടെ പട്ടിക അവസാനിച്ചു. നന്മകൾ അവസാനിച്ചു വരേണ്ട ഇറങ്ങാറാണ്ട, നന്മകൾ തുടങ്ങി എന്ന് പറയാം. അപ്പം
മനുഷ്യരുമായി വ്യക്തിപരമായി ബന്ധപ്പെട്ട തിന്മകളും നന്മകളും, മറ്റ് ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നന്മകളും തിന്മകളും, അള്ളാഹുവിന്റെ സൃഷ്ടികൾ മലക്കളുമായി ബന്ധപ്പെട്ട നന്മകളും തിന്മകളും, മൃഗങ്ങളുമായി ബന്ധപ്പെട്ട നന്മകളും തിന്മകളും, അള്ളാഹുമായി ബന്ധപ്പെട്ട നന്മകളും തിന്മകളും, ഇതിനെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത്. ഇനി അത് ഏതെല്ലാം സാഹചര്യത്തിലാണ് അത് എടുക്കേണ്ടത് എന്നുള്ളതും നമ്മളുടെ അടുത്തതിൽ എന്തൊക്കെ ഉണ്ടോ ഇല്ലേ എന്ന് തിരിച്ചറിയാൻ എന്താണ് വഴി, ഇതാണ് ഇതിൽ ബാക്കിയുള്ളത്. അത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. വാഹുദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.